ഓക്കെ. പിന്നെ നമ്മൾ 12 വരുമാനം കവർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ തുടക്കത്തിൽ ചെയ്യേണ്ട ഒരു 9 കാര്യങ്ങൾ അത് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. കൂടെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചൂസ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ സക്സസ് ഫ്ലൈമിന്റെ 1-to-1 പ്രസന്റേഷൻ പഠിപ്പിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും, DOP സ്റ്റാർട്ട് ചെയ്യും. ദെൻ നിങ്ങളുടെ ഓരോ ഗ്രൂപ്പിന്റെയും എന്തുണ്ടാവും, DOP ഉണ്ടാവും. ഓക്കെ. സോ DOPയിലൂടെ ഒരു ഓൺലൈൻ DOP ഓരോ ടീമായിട്ട് എന്ത് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ വർക്കായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു 90 റുപ്പീസ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടർ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ട്രെയിനേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷനിലേക്ക് വരാം. അപ്പൊ 12 വരുമാനത്തിൽ ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? പന്ത്രണ്ട് തരത്തിലുള്ള വരുമാനത്തിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയറോ? ഇപ്പൊ എന്ത് ചോദ്യം ചോദിച്ചാലും 12 തരത്തിലുള്ള വരുമാനത്തിൽ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഉത്തരം തരും, റൈറ്റ്? ഓക്കെ. സോ എന്താണ് ഈ ബൈനറി എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ബൈനറി ഇൻകം എന്ന് പറഞ്ഞാൽ? എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എന്താണ് ഈ ബൈനറി ഇൻകം? ബൈനറി ഇൻകം എന്ന് പറഞ്ഞാൽ ടീം ബോണസ് തന്നെയല്ലേ? ടീം ബോണസ് തന്നെയാണ്. നമ്മുടെ ഐഡിയയുടെ താഴെ 2 സൈഡിലായി വരുന്ന അസോസിയേറ്റ്സിന്റെ വർക്കിലൂടെ ലഭിക്കുന്ന വരുമാനം. ഓക്കെ. സോ ആ സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം. ഓക്കെ. അതായത് ടീം ബോണസിന്റെ മറ്റൊരു പേരാണ് ബൈനറി ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഈ ബൈനറി ബോണസിന്റെ ഒരു പ്രത്യേകത, 100 പേര് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു, പക്ഷെ അതിന് 4 പേര് പണിയെടുത്താലും, ഏതെങ്കിലും ഒരു 4 പേര് ലെഫ്റ്റ് റൈറ്റിലായിട്ട് പണിയെടുത്താലും ബൈനറി ഇൻകം കിട്ടും. ഓക്കെ, ടീം ബോണസ് കിട്ടും. അതാണ് ഈ ബിസിനസിന്റെ എന്ത് പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. സോ ഒരാൾ ഒരു ഹോം ഷോപ്പ് എടുത്തു, 500 രൂപ റഫറൽ കമ്മീഷൻ കിട്ടി. വീണ്ടും അയാൾ ഹോം ഷോപ്പ് എടുക്കുകയാണെങ്കിൽ 500 രൂപ റഫറൽ കമ്മീഷൻ ആർക്കാ കിട്ടുക? കിട്ടില്ല. അതിന്റെ തൊട്ട് മുകളിൽ ടീം ബോണസ് ആയി കിട്ടും. എങ്ങനെ? രണ്ടാമതെടുത്ത് ടീം ബോണസ് ആയിട്ട് ബൈനറി ആയിട്ടല്ലേ സാറേ കയറുന്നത്? ബൈനറി ഇൻകം മാത്രമേ കിട്ടുള്ളൂ. റഫറൽ ഇൻകം ഫസ്റ്റ് കിട്ടിയതല്ലേ, പിന്നീട് കിട്ടില്ല. രണ്ടാമത് കിട്ടും. എന്ത് ചെയ്യത്തുള്ളൂ, റഫറൽ ഇൻകം കിട്ടത്തുള്ളൂ. അത് ഐഡിയുടെ റഫറൽ ആയാലും ഹോം ഷോപ്പിയുടെ റഫറൽ ആയാലും അത് 1 ടൈം മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ. സോ ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി ഉണ്ടാക്കുക. നിങ്ങളുടെ ടീം ചോദിക്കുന്ന സംശയങ്ങൾ നിങ്ങൾ എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കൊരു ഇതിലുള്ള ഓരോ മെമ്പേഴ്സും ഓരോ സംശയങ്ങൾ കണ്ടെത്തണം. ഓരോ മെമ്പേഴ്സും മ്യൂട്ട് ചെയ്യുക. ഓരോ മെമ്പേഴ്സും ഓരോ സംശയം എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഓക്കെ. അപ്പൊ അതിനുള്ള ഉത്തരവ് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഈ പ്ലാറ്റിനത്തിന് നിങ്ങൾ കണ്ടിട്ടില്ലേ, ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരവും. ഓക്കെ. വാഷിംഗ് ബോർഡ് മ്യൂട്ട് ചെയ്യുക. എല്ലാവരും മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. സോ വാഷിംഗ് പൗഡറിന് വില കൂടുതലാണോ? ഓക്കെ.
ഗോൾഡ് കോയിൻ കിട്ടുമോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ എന്തുണ്ടായിരുന്നു, ഒരു 6 ടൈപ്പ് ചോദ്യവും അതിന്റെ ഉത്തരവും എന്ത് ചെയ്തിരുന്നു, നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ബിസിനസ് പരമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, എഴുതി ഉണ്ടാക്കുക. ഓക്കെ, സോ നമുക്കിനി ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിരുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ തുടക്കത്തിൽ വന്നാൽ ചെയ്യേണ്ട 9 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 9 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇത് തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഒന്ന്, നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സൂം മീറ്റിംഗിൽ എന്ത് ചെയ്യാം, ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡെയിലി ഒരു 1-to-1 എടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ഡെയിലി ഒരു 1-to-1 എടുക്കുന്ന, 1-to-1 എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരാൾ മറ്റൊരാളോട് പോയിട്ട് ബിസിനസ് സംസാരിക്കുക. അപ്പൊ സ്വന്തമായിട്ട് സ്വന്തം പരിചയത്തിലുള്ളവരെ തന്നെ എടുക്കണമെന്നില്ല, ടീമിലുള്ളവരുടെ കൂടെ പോയിട്ട് അവർക്ക് സപ്പോർട്ടീവായിട്ട് എടുത്തു കൊടുത്താലും മതി. അപ്പൊ പോയിന്റ് നമ്പർ 1, ഒരു 1-to-1 എങ്കിലും നമ്മൾ എടുത്തിരിക്കണം ഒരു മാസത്തില്, അല്ല ഒരു ദിവസത്തില്. അപ്പൊ നമുക്ക് ഒരു മാസം എത്ര 1-to-1 ആയി? 30 1-to-1 ആയി അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ 30 ദിവസത്തെയും വിനിയോഗിച്ച ഒരു വ്യക്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. ഓക്കെ, അപ്പോൾ എന്താണ് 1-to-1 ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകളെ കാണാൻ തീരുമാനിച്ചു. രണ്ടാമത് എന്തായിരിക്കും, 1-to-1 ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? നോളജ് വേണം. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 1-to-1 ചെയ്യുക? പ്രൊഡക്റ്റ്. നമ്മൾ 1-to-1 മുമ്പ് ഒരു സാധനം ചെയ്യാറുണ്ട് ശരിക്ക്. അപ്പോയിന്റ്മെന്റ് നോ, എന്താ ചെയ്യാ, ലിസ്റ്റ് ബിൽഡ് ചെയ്യും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, ഈ വ്യക്തിയെ നമ്മൾ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓരോ ദിവസവും നമ്മുടെ ലിസ്റ്റിലേക്ക് ഈ വ്യക്തിയെ ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു ഫോർമാറ്റ് ഞാനൊന്ന് എന്ത് ചെയ്തുതരാം, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ലിസ്റ്റ് ബിൽഡ്, ഇതിൽ ആരെങ്കിലും ലിസ്റ്റ് ബിൽഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഓക്കെ, എങ്ങനെയാണ് ആ ലിസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്? ഞാൻ ആദ്യമേ 100 പേരുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് കുറച്ച് പേര് ക്യാഷ് നമ്മുടെ അത്യാവശ്യം പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ട് എന്നുള്ള, നമ്മൾ പറഞ്ഞാൽ ഉടനെ തന്നെ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെ പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നെങ്കിലും ഒക്കെ ഉള്ള ആൾക്കാരുടെ ലിസ്റ്റ് അങ്ങനെ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ പീറ്റർ സാർ എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? ഞാന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ താല്പര്യവും കുറച്ച് പൈസ മുടക്കാനുള്ള ശേഷിയുമുള്ള ആളുകളെ ആദ്യം ലിസ്റ്റ് ചെയ്തു. പിന്നെ ബന്ധുക്കളിൽ നിന്നും അവരുടെ അയൽപക്കത്തുള്ള ആളുകളിൽ നിന്നും കൂടെ പഠിച്ചു വരുന്ന, അങ്ങനെ ആ ഒരു ലെവലിൽ. ഓക്കെ ഓക്കെ, സോ ഈ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റും ഉണ്ട്, ഫ്രണ്ട്സ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ടെക്നിക്സ് എന്നാണ് അതിന് പറയാ. ഓക്കെ, ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ടെക്നിക്സിലാണ് ഈ സാധനം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ലെറ്റർ എന്താ, ഫ്രണ്ട്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? എഫ്. അപ്പൊ നിങ്ങള്
നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന, നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയുന്ന, അത്യാവശ്യം പണമുള്ള, തീരുമാനം എടുക്കാൻ അറിയുന്ന, ഒരു വരുമാനം കൃത്യമായിട്ട് ആവശ്യമുള്ള ഫ്രണ്ട്സുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഫ്രണ്ട്സിൽ രണ്ടാമത്തെ ലെറ്റർ ഏതാ? ആർ. 6. അങ്ങനത്തെ ഒരു 10 പേരുടെ ലിസ്റ്റ് ഇടണം നമ്മള്, ലിസ്റ്റ് ഇടിയിക്കണം നമ്മള്. നമ്മുടെ കൂടെ വന്നവരുള്ള എത്ര പേരെ? 10 പേരെ. അപ്പൊ ടോട്ടൽ എത്ര ലെറ്റർ ഉണ്ട് ഫ്രണ്ട്സില്? എത്ര? 6 ലെറ്റർ. എസ് അടക്കം 7 ലെറ്റർ ഉണ്ട്. അപ്പൊ 7x10 70 പേരുടെ ലിസ്റ്റ് ആദ്യം വരണം. പിന്നെ ഓരോ ദിവസം ഓരോരുത്തരെ വെച്ചിട്ട് ഈ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ യഥാർത്ഥ ടൂള്. 6 എന്തായിരിക്കും? യെസ്, റിലേറ്റീവ്സ്. ഓക്കെ, പിന്നെ നമുക്ക് പരിചയമുള്ള നല്ല റിലേറ്റീവ്സിന്റെ എന്തിടുക, ലിസ്റ്റ് ഇടുക, ഒരു 10 പേരുടെ. ഐ എന്തായിരിക്കും? അടുത്ത ലെറ്റർ ഏതാ? ഐ എന്താ? ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു വ്യക്തി അയാളുടെ ലൈഫിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അവന്റെ കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സ്, അതിലിപ്പോ അവന്മാരുടെ ഒക്കെ ഫേസ്ബുക്ക് വഴിയൊക്കെ കണക്ട് ചെയ്തിട്ട് മറ്റും എന്ത് ചെയ്യാം, അതിൽ നിന്നൊരു 10 പേരുടെ ലിസ്റ്റ് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്കിൽ എന്തുണ്ടാവും, അതിൽ അവരുണ്ടാവും. ഓക്കെ, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്, ഐ. അപ്പൊ ടോട്ടൽ 30 പേരുടെ ലിസ്റ്റ് ആയി. പിന്നെന്താ അടുത്ത ലെറ്റർ? ഇ. ഇവന്മാര് ഭയങ്കരാണ്. ഈ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട്. വേണ്ട, ശത്രുക്കളുടെ ലിസ്റ്റ് ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, നമ്മളെ സ്നേഹിക്കുന്നവരുടെ മാത്രം എന്ത് മതി, ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളവരെ മാത്രം മതി. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ ഒരാളുടെ പുറകെ നടന്നിട്ട് അയാളെ നന്നാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ് ഒന്നല്ല ഇത്. കാരണം ഒരുപാട് ആളുകൾ പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല മേഖലയിലും റിട്ടയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ പിന്നെ സർക്കാർ ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള കുറെ പേരുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള എക്സ്പേർട്ടിന് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇവര് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈ പെൻഷൻ പറ്റിയിരിക്കുന്ന കുറെ പേരുണ്ടാവും. അപ്പൊ ഇവര് വെറുതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കൊരു വരുമാനം ഭയങ്കരമായിട്ട് ആവശ്യം ഉണ്ടാവും. കാരണം വെറുതെ ഇരിക്കുന്നവന്റെ കയ്യിൽ പൈസ പെട്ടെന്ന് ചെലവാവും. ഓക്കെ, മാത്രല്ല ഇവർക്ക് ഈ അംഗീകാരം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. മൈക്കിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഓക്കെ, ഒരു ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പിന്നെ ഇവർക്ക് ഇവരുടെ ആ പഴയ പരിപാടിയെ, ബന്ധങ്ങളെ ഒന്ന് കാത്തു സൂക്ഷിക്കാനും, അതിൽ നിന്ന് ഇവര് റിട്ടയർ ആകുമ്പോൾ അതിന്റെ പരിപാടികള്, അവിടുന്ന് പോയിട്ടുള്ള ടൂറുകൾ, ഇതൊക്കെ ഇവിടുന്ന് കിട്ടുമ്പോൾ ഈ എക്സ്പേർട്ടുകളാണ് പെട്ടെന്ന് ഇതിൽ ഫുൾ ടൈം ആവുക. ഓക്കെ, ഇവര് നല്ല ബിസിനസ്സും കൊണ്ടുവരും, നന്നായിട്ട് ഈ ബിസിനസിനെ പറ്റി പഠിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലേക്കുള്ള റീന മേഡത്തിന്റെ ഒക്കെ ടീമിലുള്ള ജോൺസൺ സാറൊക്കെ, അവർക്കൊരു നിലവിലൊരു പെൻഷൻ ഉണ്ട്. പക്ഷെ ഇവർക്ക് ലൈഫ് ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഫുള്ള് ആ ഒരു മേഖലയിൽ ഇവർ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് പുറം ലോകം ഇവർ കണ്ടിട്ടുണ്ടാവില്ല. ഇവർക്ക് ലൈഫ് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇവർ ചിന്തിച്ചിട്ടുള്ളത് പെൻഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ലൈഫ് ആഘോഷിക്കാന്നുള്ളതാണ്. പക്ഷെ പെൻഷൻ ആവുമ്പോഴത്തേക്ക് ഇവർക്ക് എന്താണ്, ആരോഗ്യം പകുതി തീർന്നിട്ടുണ്ടാവും, ബന്ധങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്ന ഇവർക്ക് ഈ ഒരു ബിസിനസ് ഭയങ്കര എന്തായിരിക്കും, ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫുൾ ടൈമേഴ്സിനെ കിട്ടുക ആരിൽ നിന്നായിരിക്കും? എക്സ്പേർട്ടിൽ നിന്ന്. റിട്ടയർ ആയിട്ടുള്ള ടീച്ചേഴ്സ്, പല ഗവൺമെന്റിന്റെ വകുപ്പുകളിൽ റിട്ടയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റിയ, ഇങ്ങനെയുള്ള ലിസ്റ്റ് ഉണ്ടെങ്കിൽ
ഈ നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിന്റെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളും വേണമെങ്കിൽ കൂടെ പൊക്കോളൂ, നിങ്ങൾക്ക് വലിയൊരു ലൈഫ് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഇവരുടെ വാക്കിന് മറ്റുള്ളവർ നല്ല വാല്യൂ കൽപ്പിക്കും. ഓക്കെ, ഇവര് പറയുന്നത് മറ്റുള്ളവർ കേൾക്കും. ഇവരുടെ കൂടെ പഠിച്ചവന്മാർക്ക് എന്തുണ്ടാവില്ല, ഒരു പാസീവ് ഇൻകം ഉണ്ടാവില്ല. മാത്രമല്ല, ഇവർക്ക് ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഈ പാസീവ് ഇൻകം അത് പെട്ടെന്ന് കത്തും, പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ഉൾക്കൊള്ളും. അപ്പൊ ഇവർക്ക് ആകെ കിട്ടുന്നത് 15,000, 20,000, 9,000 ഇങ്ങനെ തുടങ്ങി 50,000, 60,000 ഒക്കെ കിട്ടുന്ന എന്തുണ്ടാവും, പെൻഷൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും പല മേഖലയിലും. ഓക്കെ, എനിക്ക് പരിചയമുള്ള ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് മിലിറ്ററിന്ന് ഉള്ള പെൻഷൻ പറ്റുന്ന ആൾക്കാരാ. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിലിറ്ററിക്കാരൻ ഇത് ചൂസ് ചെയ്യുമ്പോൾ ആ പഞ്ചായത്തിലുള്ള മൊത്തം ആൾക്കാർ അത് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങളുടെ നാട്ടിലുള്ള മിലിറ്ററിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക എന്നുള്ളതാണ്. അപ്പൊ എക്സ്പേർട്ടിന് എന്ത് ചെയ്യുക, മാക്സിമം ബിസിനസ് കൊണ്ടുവരിക. അടുത്ത ലെറ്റർ എന്തായിരിക്കും? നെയ്ബേഴ്സ്. യെസ്, നെയ്ബേഴ്സ്. ഞാൻ പണ്ടിത് ഈ സാധനം പഠിപ്പിച്ചിട്ടുണ്ട്, ആർക്കും ഓർമ്മയില്ലേ? എനിക്ക് തോന്നുന്നു എന്റെ ബിഗിനിങ് സ്റ്റേജിലാന്ന് തോന്നുന്നു. ഓക്കെ, നെയ്ബേഴ്സ് എന്താണ്? നമ്മുടെ അയൽവാസികളാണ്. ഇവരെ ശരിക്കും നമ്മൾ 4ാമത്തെ കാറ്റഗറിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇവർക്ക് ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുക്കുക, പക്ഷെ ബിസിനസ് സംസാരിക്കരുത്. കാരണം എന്ത് കിട്ടി എന്ന് ആദ്യം ചോദിച്ചിട്ട് നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന വ്യക്തി ഇവരാണ്. അപ്പൊ ഇവരുടെ തന്നെ ഫസ്റ്റ് പോയിട്ട് ബിസിനസ് പറഞ്ഞാൽ എന്ത് കിട്ടി എന്നുള്ള ചോദ്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇവര് നശിപ്പിക്കും. പക്ഷെ ഫ്രണ്ട്സ് അങ്ങനെയല്ല. ഫ്രണ്ട്സുകൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിൽക്കും. ഓക്കെ, റിലേറ്റീവ്സ് എന്താണ്, അത്യാവശ്യം ചെറിയൊരു അച്ചീവ്മെന്റ്സ് കാണുമ്പോൾ നിങ്ങളെ നന്നായി അറിയുന്നതുകൊണ്ട് അവരും കൂടെ നിൽക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ എന്താണ് നെയ്ബേഴ്സിന് എന്ത് ചെയ്യുക, ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം എന്തുണ്ടാവും, ഇപ്പം 10, 20, 30, 40 പേരെ കണ്ടിട്ടാണ് പിന്നെ ഇവരിലേക്ക് പോകുന്നത് കൊണ്ട് അത്യാവശ്യം വരുമാനം കയറിയിട്ടുണ്ടാവും. ഓക്കെ, നെയ്ബേഴ്സ്. അടുത്ത എന്താ? അടുത്ത ലെറ്റർ ഡി. എന്താ ഡി? ഡി എന്ന് പറഞ്ഞാൽ ഡ്രീമേഴ്സ് അല്ലെങ്കിൽ ഡ്രീംസ്. ആരാ ഈ ഡ്രീംസ് ഉള്ളവര്? യൂത്ത്, യുവാക്കൾ. മനസ്സിലായോ? യുവാക്കളാണ് ഡ്രീംസ് ഉള്ളവര്. അപ്പോൾ യുവാക്കളെ അതെന്തറിയോ, ഇവിടെ പലരുടെയും ടീമിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ബിൽഡ് ചെയ്യാത്തതുകൊണ്ട് അത്യാവശ്യം പ്രായമുള്ളവർ മാത്രം ആ ടീമില്. വലിയ എന്തുണ്ടാവില്ല, റിസൾട്ട് കൊണ്ടുവരുന്ന ആരും ഉണ്ടാവില്ല. കണ്ടാൽ തന്നെ ആ ടീമിനെ കണ്ടാൽ തന്നെ കൂടി വന്നാൽ ഇത് ഇത്ര കാലമേ നിൽക്കുള്ളൂ എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് എന്തുണ്ടാവും, പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഒരു ഫുഡ് തന്നെയാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നതെങ്കിൽ നമുക്കത് മതിയാവും, മടുപ്പ് വരും. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ലെവലിൽ നിങ്ങൾ ലിസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അതിൽ വരും. ഓക്കെ, അപ്പൊ ഇപ്പത്തെ യുവാക്കൾക്ക് ഡ്രീംസ് ഉണ്ട്, പക്ഷെ അത് ഫുൾഫിൽ ചെയ്യാൻ എന്തില്ല, വകുപ്പില്ല. അപ്പൊ ഈ ജോലിക്കൊക്കെ പോയിട്ട് 10,000, 20,000, 30,000 ഇവന് ഇറങ്ങാൻ കുറച്ച് പണിയുണ്ടാവും. പക്ഷെ ഡെയിലി കണക്ട് ചെയ്ത് ഇവനെ ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവൻ എന്താണെന്ന് അറിയോ, നിങ്ങളെയൊന്നും നോക്കാതെ വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് മാറും. അപ്പൊ യുവത്വം എന്ന് പറയുന്നത് ആണ് ഈ ബിസിനസിന്റെ, അതാണ് APJ അബ്ദുൽ കലാം എന്ത് പറഞ്ഞത്, വരാനിരിക്കുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. യുവാക്കളും യുവതികളും ഒരുപോലെ എന്ത് ചെയ്യും, ഈ ബിസിനസ്സിലേക്ക്, രാജ്യമൊട്ടാകമുള്ള യുവാക്കൾ യുവതികൾ എന്നാണ് പറഞ്ഞത്.
അങ്ങനെ ഒരു യുവാവ് ഇത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവന് യൗവനകാലം ആസ്വദിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഡ്രീംസ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുക, പാസീവ് ഇൻകം പെട്ടെന്ന് മനസ്സിലാകുക, ടീം വർക്ക് പെട്ടെന്ന് മനസ്സിലാകുക, ഓക്കെ, ചലഞ്ചസ് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുക ഈ യുവാക്കളാണ്. പക്ഷെ ഇപ്പോഴുള്ള യുവാക്കൾക്കൊക്കെ നെഞ്ചുറപ്പ് കുറവാണ്. കാരണം ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ അഡിക്റ്റ് ആയിട്ട് എന്താണ് ഒരു പുതിയ കാര്യം ഏറ്റെടുത്ത് വിജയിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. പക്ഷെ നിങ്ങൾ കൂടെ കൂടെ നിന്ന് കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ ഒരുപാട് വരുമാനം ഉണ്ടാവും. കാരണം എന്താണ്, ഈ കാറ്റഗറിയിലുള്ള പീപ്പിൾസ് മുകളിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം തരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഡ്രീംസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ വരുമാനം തരാൻ മുകളിലുള്ള 5 പേരുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ കുടുംബത്തിന് വരുമാനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് യുവാക്കളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു കാറ്റഗറി ഉണ്ട്, യെസ്. എന്താ ഇതിന്റെ മീനിങ്? എനിബഡി ഹാവ് ടു ഗസ്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്റെ വോയിസ് കേൾക്കുന്നില്ലേ? യെസ്. യെസ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതര്, നമുക്ക് പരിചയമില്ലാത്ത ആള്. എങ്ങനെയാണ് ഈ സ്ട്രേഞ്ചേഴ്സിലേക്ക് നമ്മൾ എത്തുക? ഇവരിൽ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവരറിയില്ല. ഇതിലൊരു പ്രത്യേകത ഉണ്ട്, അറിയോ? ഈ മുകളിലുള്ള 6 ആൾക്കാർക്ക് നമ്മുടെ പാസ്റ്റ് അറിയാം, പ്രസന്റ് അറിയാം, നമ്മുടെ ഫാമിലിയെ പറ്റിയിട്ട് അറിയാം, നമ്മുടെ ജീവിതത്തിനെ പറ്റിയിട്ട് അറിയാം, എല്ലാം അറിയാം. പക്ഷെ നമ്മൾ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, ഇതൊക്കെ ഇവർക്ക് അറിയാം. ഇതിനൊക്കെ ചിലപ്പോൾ ഇവർ വിലയിരുത്തുകയും ചെയ്യും. ഓക്കെ, പക്ഷെ ഈ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ ഞെട്ടിക്കുന്ന ബിസിനസ് നമുക്ക് കൊണ്ടുവന്ന് തരും. ഓക്കെ, നമ്മുടെ ലൈഫിനെ അടിമുടി മാറ്റും. ഇവര് നമ്മളൊരു മെന്ററെ പോലെയൊക്കെ തുടക്കം മുതലേ കാണും. കാരണം എന്താണ്, ഇവർക്ക് നമ്മുടെ ഒന്നും അറിയില്ല. നമ്മുടെ കുടുംബ പാരമ്പര്യമോ, നമ്മൾ എങ്ങനെ വന്നു എന്നോ, നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങൾ എന്തോന്നോ ഒന്നും അറിയില്ല. ഓക്കെ, അപ്പൊ ഈ സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ എങ്ങനെയാ മീറ്റ് ചെയ്യുക? എങ്ങനെയാ നമുക്ക് ഈ സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യുക? നിങ്ങളെല്ലാവരും എനിക്ക് സ്ട്രേഞ്ചർ ആയിരുന്നു ആദ്യം. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരാളുടെ വർക്ക് നമ്മൾ എടുത്തു കൊടുത്താൽ ആ പരിചയത്തിൽ നിന്ന് നമുക്ക് ഒരുത്തനെ കിട്ടും. അവൻ എന്താണ്, ഒരു സ്ട്രേഞ്ചറിനെ പോലെയാണ്. പക്ഷെ ഇതിനുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നോളജ് ഉണ്ട്, നമുക്ക് ഡ്രീംസ് ഉണ്ട്, അത്യാവശ്യം വരുമാനം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കും. ഓക്കെ, ഇനി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവൻ സ്ട്രേഞ്ചർ ആണ്. അവനെ മെല്ലനെ സംസാരിച്ചിട്ട് ഫോൺ നമ്പർ മേടിച്ച് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, അങ്ങനെ എത്രയോ പേര് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ അറിയോ, 3 സീറ്റ്, പിന്നെ KSRTC ഒക്കെ ആണെങ്കിൽ സെന്ററിൽ ഇരിക്കുക. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ഓരോരുത്തർ വരും. ഓക്കെ, അവരോട് ബിസിനസ് സംസാരിച്ചിട്ട് അവര് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് ചിരിച്ചാൽ മതി തുടക്കം കുറിക്കാൻ. അപ്പൊ അവൻ ചോദിക്കുക, എന്താ ചെയ്യുന്നത്, എങ്ങോട്ടാ പോകുന്നത്? ഓക്കെ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, മീറ്റിംഗ് ഹാൾ എടുക്കുമ്പോൾ, ഹാളിന്റെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലേഡീസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ മീറ്റിംഗ് ഹാൾ എടുക്കുമ്പോൾ അവിടെ വേറെയും പല മീറ്റിങ്ങുകൾ ഉണ്ടാവും. അവരുമായിട്ടൊന്ന് ബന്ധം സ്ഥാപിക്കുക. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുക, സ്ട്രേഞ്ചേഴ്സിലൂടെയും നിങ്ങൾക്ക് എന്തുണ്ടാക്കാം, ലിസ്റ്റ് ബിൽഡ് ചെയ്യാം. ഓക്കെ, അവരുടെ ഫോൺ നമ്പർ മേടിക്കുക, ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക, സമയം കിട്ടുമ്പോൾ ഫോളോ അപ്പ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ സ്ട്രേഞ്ചേഴ്സിന് ഏറ്റവും നല്ലത് മീറ്റിംഗ് ഹാളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നവരാ ഇതില്? മനസ്സിലായോ? സോ എനിക്ക്
ഞാൻ പലപ്പോഴും നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി നിങ്ങളെ പറ്റി പറയുമ്പോൾ അത് കേൾക്കാറില്ല. കാരണം അവൻ ചിലപ്പോൾ നിങ്ങളുടെ നെയ്ബർ ആയിരിക്കും, നിങ്ങളുടെ കൂടെ പഠിച്ചവനായിരിക്കും, റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കുറവുകൾ അവനിക്ക് പറ്റുന്നുണ്ട്. അവനിക്കൊരു ഇമേജ് നിങ്ങളെ പറ്റി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആരെയും മാറ്റാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ബിലീഫ് സിസ്റ്റം നമുക്കുണ്ട്. കാരണം അങ്ങനെ ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ലീഡർ. ആരിലും ചേഞ്ചസ് വരുത്താൻ പറ്റുന്നവനാണ് യഥാർത്ഥ ലീഡർ. ഓക്കെ, അപ്പം ദൈവം എല്ലാവർക്കും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അവനിൽ നിന്ന് കണ്ടെത്തണം. അത് ചിലപ്പോൾ ചില ആളിൽ ഒരു ദിവസം കൊണ്ട് കണ്ടെത്താൻ പറ്റും. അതാണ് ജീവിതം മാറാൻ ഒരു നിമിഷം മതി എന്ന് പറയുന്നത്. അപ്പൊ ഒരു നിമിഷം കൊണ്ട്, ആ നിമിഷം എന്ന് പറയുന്നത് അവൻ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ തീരുമാനം നമ്മൾ എടുപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നത്? കൂടുതൽ മനോഹരമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ചില ആളുകളിൽ ഒരു മാസം കൊണ്ട് മാറ്റം കാണാൻ പറ്റും, ചില ആളുകൾ 2 മാസം കൊണ്ട്, ചില ആളുകളിൽ 3 മാസം കൊണ്ട്, ചില ആളുകളിൽ 4 വർഷം എടുക്കും, ചില ആളുകളിൽ 40 വർഷം എടുക്കും. ഓക്കെ, പക്ഷെ അതുവരെ എന്ത് ചെയ്യുക? ആ മാറ്റം വരുന്നത് വരെ അയാളെ നിലനിർത്തുക, നമ്മൾ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അടിസ്ഥാന തത്വം. ഓക്കെ, അപ്പൊ ആരെയും മാറ്റുന്ന ഒന്ന് ആയിട്ട് നിങ്ങൾ മാറണം. അല്ലാതെ അവന്റെ കുറവുകൾ കണ്ടെത്തി, കുറവുകൾ എല്ലാവർക്കും ഉണ്ടെന്ന് ചിന്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആരിലും മാറ്റം വരുത്തുന്ന ഒരു ലീഡറായിട്ട് നിങ്ങൾ മാറുക. അതിനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവും? വലിയ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, പെട്ടെന്ന് ഒരാളുടെ നെഗറ്റീവ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താൻ പറ്റുന്നത് അവനിലായിരിക്കും. കാരണം തുടക്കത്തിൽ തന്നെ അവന്റെ രോഗം മനസ്സിലാക്കാൻ പറ്റി. അതേസമയം 2, 3, 4, 5 വർഷം നമ്മുടെ കൂടെ ചിരിച്ച് കളിച്ചിട്ട് പിന്നെ അവന്റെ രോഗം കണ്ടെത്തി അവന് ചികിത്സിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് എന്തായി? മൂത്തുപോകും ഈ രോഗം. ഈ ക്യാൻസർ ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ. അപ്പൊ പെട്ടെന്ന് ഒരുത്തന്റെ സ്വഭാവം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് നിങ്ങൾ കാണണം. അല്ലാതെ ഞാൻ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യരുത്? കാണരുത്. ഓക്കെ, കാരണം അവിടെ രോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു തക്കാളി കൊട്ടയിലുള്ള ഒരു ചീഞ്ഞ തക്കാളി ഉണ്ടെങ്കിൽ എടുത്തെറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ലോജിക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചില ഭാഗത്തായിരിക്കും പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് അതിനെ ഇങ്ങോട്ട് എടുത്തു മാറ്റിയിട്ട് അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുക? കാര്യങ്ങൾ ചെയ്യുക. സോ ഇത് എത്രാമത്തെ പോയിന്റിൽ വരുന്നതാ? 9 കാര്യങ്ങളിൽ രണ്ടാമത്തെ ലിസ്റ്റ് ബിൽഡ് ചെയ്യൽ. ഓക്കെ, ലിസ്റ്റ് ബിൽഡ് ചെയ്യലില് ലിസ്റ്റ് എല്ലാരും ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ടെക്നിക്സിന്റെ പേരെന്താ? ഫ്രണ്ട്സ് മെത്തേഡ്. ക്ലിയർ അല്ലേ? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരില്ലായിരുന്നോ? യെസ്. ഓക്കെ, അപ്പൊ പഠിക്കാൻ വൈകിപ്പോയി. അപ്പൊ ഇന്ന് എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നവരുടെ മൊത്തം ഇങ്ങനെ ഒരു 70 പേരുടെ ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് നാളെ മുതൽ ഓരോരുത്തരെ അതിൽ ആഡ് ചെയ്യുക. 71ാമത്തെ പേര് എഴുതുക, ഗ്രൂപ്പിലിടുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് 30 എന്ത് തരികയാണ്? ടാസ്ക് തരികയാണ്. അടുത്ത 30 ദിവസം എല്ലാവരും എന്ത് ചെയ്യണം? ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ 10 പേര് ആരായിരിക്കണം? ഫ്രണ്ട്സ് ആയിരിക്കണം. അടുത്ത 10 പേര് ആരായിരിക്കണം? റിലേറ്റീവ്സ്. അടുത്ത 10 പേര് ആരായിരിക്കണം? സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അടുത്ത 10 പേര് ആരാ ഈ എക്സ്പേർട്ട്? ഓക്കെ, പിന്നെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ്സിൽ തന്നെ കിട്ടിയില്ലേ എന്താ സംഭവം എന്നുള്ളത്? യെസ്, പല കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഇലക്ട്രീഷ്യൻസ് അവർ റിട്ടയർ ആവണം കാത്തു നിൽക്കണ്ട. ഓക്കെ, അവർ എക്സ്പേർട്ട് ആണ്. അപ്പൊ ഈ എക്സ്പേർട്ടിന് എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അവർ ലോജിക്കായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യും. അവരിലൊരു എക്സ്ട്രാ സ്പീഡ് ഉണ്ട്.
അല്ല എങ്ങനെ? സാറേ, ആ ഗൾഫിൽ നിന്ന് റിട്ടേൺ ആയിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ടാവും, ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കുറെ കാലം വർക്ക് ചെയ്തിട്ടോ ഒക്കെ. അതെ അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഗൾഫ് റിട്ടേൺ ഒക്കെ എന്താണ് എക്സ്പേർട്ട് ആണ്. അവരൊക്കെ എന്ത് ചെയ്യാ, ഈ സാധനത്തിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ കമ്മീഷൻ ബേസിൽ ഓടുന്ന കുറെ ആൾക്കാരുണ്ട് നാട്ടില്. ഓക്കെ, അതുപോലെ തന്നെ എന്താ 50 ലക്ഷം തൊഴിലാളികളുള്ള ഒരു മേഖലയാണ് ഏത്? ഇൻഷുറൻസ് മേഖല. ഓക്കെ, ഇവന്മാരൊക്കെ എക്സ്പേർട്ട് ലിസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നവനിക്കുണ്ടല്ലോ, ഈ സംഭവം പെട്ടെന്ന് കത്തും. കാരണം മറ്റേത് ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, അവരൊക്കെ എന്ത് ചെയ്യാ, ഡൂപ്പ് ചെയ്യാം. മറ്റേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു ഇൻഷുറൻസ് ഏജന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആളുകളെ കണ്ടെത്താൻ ഒരു പണിയും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് നല്ല ട്രെയിനിങ് എന്ത് ചെയ്യുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും. ഇവർ ക്ലാസ് എടുക്കുന്ന ട്രെയിനേഴ്സ് ആയിട്ട് പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ, കണ്ടെത്ത്. അതാവുമ്പോൾ നല്ല എന്താണ്, ഈ മറ്റേ എന്താ പുറത്തൊരു രാജ്യത്തിന് വില കൽപ്പിച്ച തല എന്നൊക്കെ പറയൂലേ. ഓക്കെ, അപ്പൊ ഇത്ര പൈസ കണ്ടെത്തുകയാണെങ്കിൽ ഇത്ര പൈസ തരുന്ന തല പോലീസുകാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള തലകളെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പണം കിട്ടും. നിങ്ങളുടെ തല വരെ അവന്മാര് മാറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്ത എന്തായിരുന്നു എക്സ്പേർട്ട് കഴിഞ്ഞാല്? നെയ്ബേഴ്സ്, നെയ്ബേഴ്സ്. അടുത്തത് ഡ്രീമേഴ്സ്, യൂത്ത്. ഡ്രീമേഴ്സ്, യുവാക്കൾ. ഓക്കെ, അപ്പം ഓക്കെ, പിന്നെ അടുത്തത് റേഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാ, സർവീസ് നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കാണുക ആരായിരിക്കും? സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തരുന്നത് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരു അത്ഭുതമായി കാണുന്നത് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. നിങ്ങൾ പറയുന്ന വാക്കുകൾ പ്രവർത്തിക്കുന്നത് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ. ഇത് ചെയ്യോ? യെസ്. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കിൽ ആൾക്കാർ ചെയ്യാത്തൊരു സാധനമാണ് ഏത്? ലിസ്റ്റ് ബിൽഡിംഗ്. എന്നാൽ അത് ചെയ്തവരെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, എവിടെയെങ്കിലും എത്തിയിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് വെരി സിമ്പിൾ ആണ്. പക്ഷെ നമ്മളുടെ ഒരു എന്താ പറയാ, ബിസി ഷെഡ്യൂളും കാര്യങ്ങളും കൊണ്ട് നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പോയിന്റ് ഇതാണ്, ഇപ്പോഴും നമ്മുടെ പ്രൊഡക്ട്സ് സ്വന്തം വീട്ടിൽ ഉപയോഗിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ് എന്നും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ ബിൽഡ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് ആണ്. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുക. ഓക്കെ, സാധനം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ ID തുറന്നിട്ട് 1000 ID ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇവരെല്ലാവരും 53 പ്രൊഡക്ട്സിൽ അതിന് നേരെ പകുതി, ഒരു 25 പ്രൊഡക്ട്സ് വെച്ചിട്ട് എല്ലാ മാസവും എടുക്കുന്നുണ്ടെങ്കിൽ എത്ര പോയിന്റ് വന്നേനെ? വേറൊന്നും വേണ്ട, ഇവർ റീപർച്ചേസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്വന്തം കടയിൽ നിന്ന് സാധനം മേടിക്കണം. ഒരു സ്വന്തമായിട്ടൊരു കട ഇട്ടിട്ട് വേറൊരു കടയിൽ പോയിട്ട് സാധനം മേടിക്കരുത്. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് ഇപ്പോ. ഇപ്പൊ പലരും സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, വാഷിംഗ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്, വേറെ കുറച്ച് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാറുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ്. ഞാൻ ഈ കമ്പനിയിൽ നിന്ന് തന്നെ സാറേ എല്ലാം ഉപയോഗിക്കുന്നത്, അന്ന് തൊട്ട് ഇന്ന് വരെ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യാ, അസ്മാ മാഡത്തിനൊക്കെ ഒരു ടോപ്പ് കോമഡി ഉണ്ട്, ഞാൻ പറയുന്നില്ല.
ഓക്കെ. സോപ്പ്, വാഷിംഗ് പൗഡർ, ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മസാലപ്പൊടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല സർ. ഓക്കെ, അതിലേക്ക് എന്ത് ചെയ്യാൻ മാറുക. കാരണം ഈ മസാലപ്പൊടികൾ നിങ്ങൾ ഉപയോഗിച്ചാലുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ റീപർച്ചേസ് തരികയും ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടെത്താനും ഈ പ്രൊഡക്റ്റുകൾ സഹായിക്കും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു രീതി ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാം, നമ്മുടെ തലമുറ അതൊക്കെ എടുത്ത് ഒഴിവാക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ അതിൽ മാറ്റം വരുത്തുക. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ടീമിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ്, കമ്പനിയുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ടീമിനെ ഉണ്ടാക്കുക. ഇങ്ങനെ നിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനി എത്ര പുതിയ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടും നിങ്ങൾക്കൊരു കാര്യവും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. നമ്മൾ ആ കിറ്റും വെച്ചിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്നതിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റമൊന്നും വരാനില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തത്, നിങ്ങളൊരു ലീഡറാണ്. നിങ്ങളുടെ നാട്ടിൽ എല്ലാ ആഴ്ചയിലും കൂടുന്ന ഒരു മീറ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, തുടക്കം കുറിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തുടക്കം കുറിക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് മാറുക. ഓക്കെ, അപ്പൊ അറ്റൻഡ് വീക്കിലി GTS വിത്ത് ഗസ്റ്റ്. ഓക്കെ, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. വിത്ത് എന്താണ്, ഗസ്റ്റ്. എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ആരുടെ കൂടെ? നിങ്ങളുടെ ലിസ്റ്റിലും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ആളെയും കൂട്ടിക്കൊണ്ട്. ഓക്കെ, ആ കാര്യത്തിൽ എന്ത് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആഴ്ചയിൽ നിങ്ങൾ മീറ്റിങ്ങിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനോടുള്ള താല്പര്യം കുറഞ്ഞിട്ട് നിങ്ങൾ പോലും അറിയാതെ പഴയ നിങ്ങളായിട്ട് മാറും. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ പണ്ട് നിങ്ങളിപ്പം ആഴ്ചയിൽ കൂടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നിങ്ങൾ പലതും ചെയ്തു വന്നിരുന്നു, അതിലേക്ക് നിങ്ങൾ അറിയാതെ ഇങ്ങനെ ഇൻവോൾവ് ആവും. അപ്പൊ ഈ ടീമിനെ ഒന്ന് കൊളത്തിയിടുന്ന ഒരു ആങ്കർ ആണ് എന്ത്, മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ആഴ്ചയിൽ ടീമിനെ ഒന്ന് കണക്ട് ചെയ്തിട്ടാൽ അതിന്റെ മാറ്റം വലുതാണ്. ഇപ്പം ഞാനൊരു ലീഡർ എന്നോട് പറഞ്ഞാണ്, ഞാൻ DOP വർഷങ്ങളായിട്ട് നടത്തുന്നു, പക്ഷെ ഇപ്പോഴാണ് ഒരു സന്തോഷം വന്നത്, പുതിയ മെമ്പേഴ്സ് വന്നു തുടങ്ങി. ഓക്കെ, ഇപ്പൊ റെഗുലറായിട്ട് ആദ്യത്തെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് അതായിരുന്നു, പുതിയ മെമ്പേഴ്സ് വരുന്നില്ല, ഈ പഴയ ആൾക്കാർ തന്നെ ഇങ്ങനെ വന്ന് പോവുകയാണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ എന്തായി, പൈതൃകം മാറി, പുതിയ ആളുകൾ കയറി തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ അവര് എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ആഴ്ചയിലും അവർ മീറ്റിംഗ് നടത്തുകയാണ്. അതിന് കാരണം, പുതിയ മെമ്പേഴ്സ് വരാനുള്ള കാരണം, മുമ്പ് അവരെന്നെ ആയിരുന്നു പ്രൊഡക്റ്റും പ്രൊഫൈലും പ്ലാനൊക്കെ പറയാറ്. ഇപ്പൊ അതൊക്കെ എന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങി. അപ്പം ഞാനിപ്പോ സംസാരിക്കുകയാണെങ്കിൽ എന്റെ സംസാരം കേൾക്കാൻ ഒരു 4-5 പേര് വരണം എന്നുള്ള ബോധം ആർക്ക് വരും, ഇവർക്ക് വരുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഓരോ ആഴ്ചയിലും ഓരോരുത്തർക്ക് അവസരം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് ഡെലിഗേറ്റ്, നമ്മളൊരു 4D പഠിച്ചിരുന്നു അല്ലെ? യെസ്, അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ മരണശേഷം ഒഴിഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. പണ്ട് കാരണന്മാർക്കൊരു ഇതുണ്ടായിരുന്നു, കസാര. മരിക്കുന്നവരെ അവരിയ്ക്കും, മരിച്ചു കഴിഞ്ഞാലാണ് അടുത്ത കാരണവന് കിട്ടുക. അതൊന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് നിങ്ങൾ ചെയ്ത റോളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ പുതിയ തലങ്ങളിലേക്ക് ചേക്കേറുക. ഓക്കെ, ഞാനൊക്കെ ഇപ്പൊ ചെയ്യുന്നത് പോലെ 1000, 2000, 5000, 10000 ഒക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യും, ടീമിന് ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ചേഞ്ച് ചെയ്തെടുക്കുക.
ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പം 4ാമത്തെ പോയിന്റ് എന്താ? നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാ ആഴ്ചയും ഒരു മീറ്റിംഗ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ എല്ലാ ആഴ്ചയിലും നമ്മളൊരു മീറ്റിംഗ് എന്ത് ചെയ്യുക, വെക്കുക വിത്ത് With guests. ജോയിൻ സ്പീഡസ്. ഓക്കെ, 5ാമത്തെ പോയിന്റ്, മീറ്റിങ്ങിന് ശേഷം ഇത് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. മീറ്റിങ്ങിന് ശേഷം നിങ്ങൾ കൊണ്ടുവന്ന ഗസ്റ്റുമായിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഒരു ആക്ഷൻ പ്ലാൻ അവിടെ പ്രസന്റ് ചെയ്യുക. ഇന്നാൾ ഇന്നത് ചെയ്താൽ ഇന്നതിലേക്ക് മാറും, ഇന്നാളുടെ റാങ്ക് ഇന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു റോൾ മോഡലായിട്ട് മാറും. ഒരു മെന്ററിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. എല്ലാ മീറ്റിങ്ങിന് ശേഷവും താൻ കൊണ്ടുവന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ തന്റെ റാങ്കിലുള്ള തന്റെ ടീമിലുള്ള റാങ്കേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വട്ടത്തിലിരിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ ഈ പുതിയ മെമ്പറിന് മനസ്സിലാവും ആരാണ് തീരുമാനം ഇവിടെ എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ പുതിയ മെമ്പർ നാളെ ഡയമണ്ടിലുള്ള ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ വിജയ് സാർ എന്ത് ചെയ്തു, എല്ലാ ആഴ്ചയിലും പ്രോഗ്രാമിന് പോകുന്നു, 4-5 പേരെയും കൊണ്ട് പ്രോഗ്രാമിന് പോവാറുണ്ട്, അവിടെ ഇരിക്കാറുണ്ട്. വിജയ് സാറിന്റെ ടീമിലേക്ക് ഒരു പുതിയ മെമ്പർ, ഇപ്പം അൻസാർ സാർ വരികയാണെന്ന് വിചാരിക്കും, ഒരു ഉദാഹരണം പറയാണ്. പക്ഷെ വിജയ് സാറല്ല കൊണ്ടുവന്നത്, വേറൊരാളാണ് കൊണ്ടുവന്നത്. പക്ഷെ അൻസാറിനോട് ചോദിക്കുകയാണ്, ഡയമണ്ടിലുള്ള ഇപ്പൊ ഷിയാബ് സാർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ ടീമാ? ഒരിക്കലും ആ കൊണ്ടുവന്നവന്റെ പേര് പറയില്ല. ആരുടെ പേരേ പറയുള്ളൂ? അത് പറയാൻ കാരണം എന്താ? വിജയ് സാർ എന്ത് ചെയ്യണം? ഈ വട്ടത്തിൽ ഇരുന്നിട്ട് ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോഴേ നിങ്ങൾ എന്താവുള്ളൂ, ഈ അറിയപ്പെടുന്ന ലെവലിലേക്ക് മാറത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ ചില ലീഡർമാരോട് യൂസർ നെയിം പറയുമ്പോൾ തന്നെ അതെന്റെ ടീമാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വെക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ യൂസർ നെയിമിന്റെ ഹബ്ബും കാര്യങ്ങളും പോയിന്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തത് ഈ ലീഡറാണ്. ഓക്കെ, മ്യൂട്ട് ചെയ്യണേ, ഒരുപാട് പേര്. ഓക്കെ, അപ്പോൾ 5ാമത്തെ പോയിന്റ് എന്താ? മീറ്റിങ്ങിന് ശേഷം എല്ലാ വട്ടത്തിൽ പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് എടുത്ത് നമ്മളൊരു മെന്റർ ലെവലിൽ എത്തുന്ന രീതിയിൽ ക്ലാസ്. ആഫ്റ്റർ മീറ്റിംഗ്, ആ വീക്കിലി മീറ്റിങ്ങിന് ശേഷം എന്ത് ചെയ്യുക, കോർ ടീമുമായിട്ട് ഇരിക്കുക. ഓക്കെ, കോർ ടീം മീറ്റിംഗ് എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇത് എത്രാമത്തെ പോയിന്റായി? ഓക്കെ, അടുത്ത പോയിന്റ്, എല്ലാ ദിവസവും നിങ്ങളുടെ ടീമിലുള്ളവരുടെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് എഴുതി വിടുക. ഓക്കെ, ഇത് പലരും എന്ത് ചെയ്യുന്നില്ല. ചില ഗ്രൂപ്പ് ഷിയാബ് സാറിന്റെ മെസ്സേജ് മാത്രമേ അതിലുള്ളൂ. അതിൽ 100 പേര് 200 പേരുണ്ട്. കൊറോണ വന്നപ്പോൾ സൈലന്റ് ആയതിനേക്കാളും വലിയ സൈലന്റ് ആണ് ആ ഗ്രൂപ്പില്. ഓക്കെ, ആഴ്ചയിൽ പേ ഔട്ട് വരുന്നുണ്ട്, അതിന്റെ മെസ്സേജ് ആ ഗ്രൂപ്പിൽ വരാറില്ല. പലരും ഹോം ഷോപ്പ് എടുക്കാറുണ്ട്, അയാളെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നാളുടെ കെയർ ഓഫിൽ ഇന്നാൾ പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു, ഹോം ഷോപ്പ് എടുത്തിരിക്കുന്നു, വലിയ വിജയങ്ങൾ ആശംസിക്കുന്നു, നമ്മുടെ കുടുംബത്തിലേക്ക് ഇന്നൊരാൾക്ക് സ്വാഗതം, ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നാള് സിൽവർ സ്റ്റാർ കരസ്ഥമാക്കിയിരിക്കുന്നു, വിജയാശംസകൾ. എന്തൊക്കെ എഴുതി വിടാനുണ്ട്? ഇന്ന പ്രൊഫഷനിൽ വന്ന ആൾ, അതൊക്കെ എഴുതി വിടുമ്പോ ഇപ്പൊ നിങ്ങള് ഇന്ന ടീച്ചർ ഡയമണ്ട് ലൈഫ്സിൽ വന്ന് ഇന്നത് നേടിയെടുത്തിരിക്കുന്നു, അപ്പൊ മറ്റുള്ള ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര എന്താവും, പോസിറ്റീവ് ആവും. ഇങ്ങനെ ഡെയിലി ഒരു പോസിറ്റീവ് വേർഡ്സ് നിങ്ങൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം, എഴുതി വിടണം. ഓക്കെ, ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇന്ന് എത്ര തീയതി? ഓക്കെ, കേവലം 5 ദിവസം കൊണ്ട് ഇന്ന വ്യക്തി ഫെസ്റ്റിവൽ റിവാർഡിൽ 50 മില്ലിഗ്രാം ഗോൾഡ് വൈൻ മേടിച്ചിരിക്കുന്നു, ഇതൊരു അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വിടുമ്പോൾ ആ വ്യക്തി ഇനി മുകളിലുള്ളത് പിടിക്കാൻ സമയമുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ നിങ്ങളോട് ചോദിച്ച് വരും.
പക്ഷെ നിങ്ങൾ ആ പോയിന്റ് ഒന്നും എൻ്റർ ചെയ്യുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ലാസ്റ്റിലേക്ക് എന്ത് ചെയ്യാണ്, നിങ്ങളുടേത് തികഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിന് സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വിടുക. ഓക്കെ, അടുത്ത പോയിന്റ് ക്ലിയർ ആണല്ലോ, ഇതൊക്കെ ചെയ്യൂലേ? ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഓരോ വീക്കിലും ഏതെങ്കിലും ഒരാളുടെ റാങ്ക് ചേഞ്ച് ചെയ്യുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ. ഓരോ വീക്കിലും നിങ്ങളുടെ മൊത്തം ടീമിൽ നിന്ന് ഒരാളുടെ റാങ്ക് ആര് ചേഞ്ച് ചെയ്യണം, നിങ്ങൾ ചേഞ്ച് ചെയ്യണം. അപ്പോഴാണ് ഈ സ്ട്രേഞ്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാവുക. മനസ്സിലായോ? എനിക്കിപ്പം ഇതിലുള്ള പലരുടെയായിട്ട് ലീഡേഴ്സായിട്ട് ബന്ധം വരാൻ കാരണം അവരുടെ റാങ്ക് ചേഞ്ചിങ്ങിലും അവരുടെ ഫെസ്റ്റിവൽ റിവാർഡിൽ അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇടപെടുന്നത് കൊണ്ടാണ്. ഓക്കെ, സിൽവർ സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്താലും മതി. അപ്പൊ ഒരു മാസത്തിൽ നിങ്ങൾ 4 സിൽവർ സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായി, ഒരു മാസത്തില് 2 ഗോൾഡനെ കിട്ടി. ഒരു മാസത്തിൽ നിങ്ങൾക്ക് 1 പ്ലാറ്റിനത്തിനെ കിട്ടി. ഓട്ടോമാറ്റിക് വരൂലേ? റാങ്ക് നോക്കിയാൽ വരും. അല്ല, നിങ്ങൾ ഓരോ ആഴ്ചയിലും പുതിയ ഓരോരുത്തരെ സിൽവർ സ്റ്റാർ ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ 4 ആഴ്ച കൊണ്ട് 2 സിൽവർ സ്റ്റാർ ലെഫ്റ്റിലും 2 സിൽവർ സ്റ്റാർ റൈറ്റിലും വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു ലീഡറിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിരിക്കും വരിക. അപ്പൊ അവൻ ഗോൾഡൻ ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താവും, പ്ലാറ്റിനം വരും, ഓട്ടോമാറ്റിക്കലി വൈറ്റ് ഡയമണ്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ അടിത്തട്ടില് എന്താണ്, സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ റാങ്കിൽ ഒരു ചേഞ്ചസ് വരും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പൊ ഈ ആഴ്ചത്തെ ആരെയാണ് നിങ്ങൾ സിൽവർ ആക്കാൻ വേണ്ടി പോകുന്നത്, പുതിയ മെമ്പർ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഓക്കെ, എത്രാമത്തെ പോയിന്റാ? 6. 7ാമത്തെ പോയിന്റ് 6ആണോ 7ആണോ? 7ാമത്തെ പോയിന്റ്. ഓക്കെ, 8ാമത്തെ പോയിന്റ്. ഇനി 8ാമത്തെ പോയിന്റ്, അപ്ലൈൻ കൗൺസിലിംഗ്. എന്താ പറഞ്ഞേ? അപ്ലൈൻ കൗൺസിലിംഗ്. യെസ്, ഒരു മാസം കഴിയുമ്പോൾ പറ്റുമെങ്കിൽ 1-ാം തീയതി തന്നെ അപ്ലൈനുമായിട്ട് കഴിഞ്ഞ മാസം നടന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഒരു കൗൺസിലിംഗ് നടത്തണം. അതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത നെഗറ്റീവ്സ്, നിങ്ങളുടെ ടീമിനെ അടിത്തട്ടിലേക്ക് വലിക്കുന്ന ആളുകളുടേത്, ടീമിന് വേണ്ട വർക്ക്ഷോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അപ്ലൈൻ കൗൺസിലിംഗ് ആര് നടത്തണം? നിങ്ങൾ നടത്തണം. ഞാൻ എൻ്റെ മെന്ററുമായിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഒന്ന് സംസാരിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിലെന്താണ് നമുക്ക് വലിയ വലിയ എന്തുണ്ടാവും, നോളജുകൾ കിട്ടും. അവിടുന്ന് കിട്ടുന്ന നോളജാണ് ഇപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 21 ഡേയ്സിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന മെന്ററോടാണ്. ഓക്കെ, അപ്പൊ മെന്റേഴ്സ് അതിന് തരുന്ന കുറെ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പാലിക്കുന്നു എന്നുള്ളതാണ് കാര്യോ. ഇപ്പൊ ഞാനിപ്പം ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന സാധനം, ഈ ഒരു മെത്തേഡ് നമ്മൾ മുമ്പ് പല രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനൊരു മെത്തേഡായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ പോയിന്റ് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചെടുത്ത പോയിന്റ് ആണ് എന്റെ ബിഗിനിങ് സ്റ്റേജിൽ. പക്ഷെ അത് 6 മണിയിലേക്ക് പ്രോഗ്രാംസിനെ മാറ്റിയപ്പോൾ എന്റെ തലച്ചോറിലേക്ക് ഈ സാധനം കയറി വന്നു. അതേസമയം വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ആ ക്ലാസ് എടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു 9 പോയിന്റിനെ പറ്റി ഞാൻ ചിന്തിക്കുക പോലും ചെയ്യൂല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അപ്ലൈനുമായിട്ട് ഒരു കൗൺസിലിംഗ് എന്ത് ചെയ്യണം.
എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ മാസം ഉള്ളിൽ കയറിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, വിഷമങ്ങൾ, പ്രശ്നങ്ങളും, ഇതിനൊക്കെ പരിഹാരം കാണുക. ഓക്കെ, വലിയ വലിയ ഇവന്റുകളെ പറ്റിയിട്ടും വലിയ വലിയ ഡ്രീംസിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈനുമായിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്ലൈൻ തരുന്നതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, എല്ലാം എടുക്കണമെന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു കൗൺസിലിംഗ് എന്ത് ചെയ്യുക, നിങ്ങൾ നടത്തുക. അത് നേരിട്ടാണെങ്കിൽ നേരിട്ട്. ഓക്കെ, എന്നിട്ട് അതിലെന്ത് ചെയ്യുക, ക്ലിയർ വെർഷൻ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. റെഡി? ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം. നിങ്ങളുടെ തൊട്ടുമുകളിലുള്ള, അതിന് തൊട്ടുമുകളിലുള്ള, അതിന് തൊട്ടുമുകളിലുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യണം, വേണം മുന്നോട്ടേക്ക് പോവാൻ. അപ്പം നമുക്ക് ഇവിടെ എന്തില്ലാന്നറിയോ, പരീക്ഷിച്ച് നടക്കാനില്ല. ഇപ്പൊ എനിക്ക് എൻ്റെ ഒക്കെ തുടക്ക സമയത്ത് നമുക്ക് ഇന്നത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വലിയ വലിയ കട്ടറിലൊക്കെ ചാടിപ്പോയ സമയമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ അപ്ലൈനുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങളൊരു കട്ടറിലേക്ക് ചാടാൻ പോവുകയാണെങ്കിൽ അവൻ അത് കാണിച്ചു തരും. അതിൽ ചാടണ്ട, മുന്നിലൊരു കുഴിയുണ്ട്, 4 വീല് ഏതിലൂടെ പോട്ടെ, കുഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി പോട്ടെ എന്നുള്ള രൂപത്തിലേക്ക് അവൻ എന്ത് ചെയ്തു തരും, നിങ്ങളെ മാറ്റിത്തരും. ഓക്കെ, മുന്നിലൊരു കട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, ശ്രദ്ധിച്ചില്ലെങ്കിൽ കട്ടറിൽ ചാടും. ഓക്കെ, എന്താ ചെയ്യാ, മുന്നിലൊരു കട്ടർ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി പോവുക. അതെ, കട്ടറിന്റെ നടുവിലൂടെ എന്ത് ചെയ്യാ, എഞ്ചിനെ നടുവിലേക്ക് മാറ്റുക, ടയർ രണ്ടും എന്ത് ചെയ്യാ, കട്ടറിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ എത്ര പോയിന്റ് പറഞ്ഞു? 8. 8. 9ാമത്തെ പോയിന്റ് വെരി സിമ്പിൾ. ഈ 8 പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, സ്വയം പരിശോധിക്കുക. മനസ്സിലായോ? ഇങ്ങനൊരു 8 പോയിന്റ് മാസം ചെയ്യാനുണ്ട് എന്നുള്ളത് സ്വയം എന്ത് ചെയ്യുക, പരിശോധിക്കുക. ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് എന്ത്, മിസ്റ്റർ പെർഫെക്റ്റ് ആകുക എന്നുള്ളതാണ് 9ാമത്തെ പോയിന്റ്. ശരിക്കും ഇതാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബി എ പ്രൊഫഷണൽ നെറ്റ്വർക്കർ. അതാണ് ശരിക്കും പോയിന്റ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനൊക്കെ പ്രൊഫഷണൽ നെറ്റ്വർക്കർ ആയിരിക്കും. ആണോ അല്ലയോ? ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എന്ത് ചെയ്യുക, ഈ സാധനത്തിന് മാറ്റുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് കൂടി ഇതിൽ വർക്ക് ചെയ്യുക. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഒരു പ്രൊഫഷണലിസം പലരും ഇട്ടെറിഞ്ഞു പോകുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം. നിങ്ങളോടൊക്കെ ഇന്നൊരു കഥ പഠിച്ചു വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. എത്ര പേര് പഠിച്ചു വന്നിട്ടുണ്ട്? വിജയ് സാറൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട്. വിജയ് സാറ് പറയും. ഓക്കെ, വേറെ ആരുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പീറ്റർ സാറിന്റെ കയ്യിൽ കഥ ഉണ്ട്. പിന്നെ വലിയ കഥകളുണ്ടാവും. ഓക്കെ, വേറെ അടുത്ത് എന്തുണ്ട്? ഉസ്മാൻ സാറിന്റെ അടുത്തുണ്ടാവും. ഉസ്മാൻ സാറിന്റെ അടുത്തുണ്ടാവും. ഷാഫി സാറിന്റെ അടുത്തില്ലേ? എന്റെ അടുത്ത് കൊറേ ഉണ്ട്. ഓക്കെ, അൻസാറിന്റെ അടുത്ത് 10 കഥയുണ്ട് അൻസാറെ. ഓക്കെ, എന്നാ നീ ഒരു പുസ്തകം എഴുതി കടാവേ. നീ അപ്പൊ ഡെയിലി ഓരോ കഥ അൻസാർ എന്ത് ചെയ്യാ, വോയിസ് ആയിട്ട്. അപ്പൊ ഫസ്റ്റ് കഥ എന്ന് അൻസാർ പറയും. ഓക്കെ, ഞാൻ എന്തായിരുന്നു പറഞ്ഞേ? ചെറിയൊരു കഥ പറയാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരിക്കല് ഒരു യുവാവ്, നിലവിലൊരു ജോലി ഉണ്ടായിരുന്നു.
31-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കാരണമല്ലാത്ത കാരണം കൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അതിന്റെ മുതലാളി അതിന്റെ ഷട്ടർ താത്തി എന്നേക്കുമായിട്ട്. ഓക്കെ, അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. ഇവൻ CV ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി. അങ്ങനെ ഒരു പുതിയൊരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി ഇവൻ പോയ സമയത്ത് അവര് പറഞ്ഞു, ഇവിടെ ജോലി ഉണ്ട്, പക്ഷെ ഒരു 6-8 മാസം ശമ്പളം കിട്ടൂല, കാരണം നമുക്ക് സെയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു 8-9 മാസം പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആലോചിക്കാം 8 മാസത്തിന് ശേഷം. അപ്പൊ ഉറപ്പ് പറയാൻ പറ്റില്ല 8 മാസം ടോട്ടൽ എത്ര ശമ്പളം ഉണ്ട് തരാൻ പറ്റുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ അവൻ ഒരുപാട് സ്ഥലത്ത് CV കൊടുത്തിട്ടുണ്ട്, ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. അവൻ എന്ത് ചിന്തിച്ചു? വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ആ യുവാവ് എന്ത് ചെയ്തു? അവിടെ ജോലിക്ക് കയറി. 1 രൂപ ശമ്പളം ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്നത് പോലെ ആദ്യം അവിടെ വരുന്നതും അവൻ, അവസാനം പോകുന്നതും അവൻ. ഹൈലി കമ്മിറ്റഡ് ആയിട്ട് അവൻ വർക്ക് ചെയ്തു. വരുമാനം ഒന്നുമില്ല കേട്ടോ, പക്ഷെ ഡെയിലി പാവം മരിച്ചു പണിയെടുക്കും. ഓക്കെ, അവൻ ഇഷ്ടപ്പെട്ട് അവൻ പ്രവർത്തിച്ചു. ഒരു 10 മാസം കഴിഞ്ഞു, 8 മാസം കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ പല ബുദ്ധിമുട്ടും അവന്റെ ഫാമിലിയിലുണ്ട് ഓരോ മാസം കൂടുമ്പോഴും. ഓക്കെ, പക്ഷെ അവൻ തരണം ചെയ്ത് പോയി. 8 മാസം കഴിഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു, ഒരു രക്ഷയുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജോബ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ നിങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മാനേജ്മെന്റിന്റെ തീരുമാനമാണ് പുതിയൊരു സ്റ്റാഫിനെ സാലറിക്ക് വീണ്ടും അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. ഇനി നിങ്ങളുടെ ചോയ്സ് ആണ്, ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം. ഓക്കെ, പക്ഷെ ഇവന്റെ ഈ സത്യാവസ്ഥ അറിയുന്നോണ്ട് ഇവനുള്ള ചായയും ഭക്ഷണമൊക്കെ അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യും? കൊടുക്കും പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഇവൻ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്തിരുന്നു. അങ്ങനെ 10-ാമത്തെ മാസം അവിടെ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന അതിന്റെ മാനേജർ, GM, കാർ ആക്സിഡന്റിൽ മരിച്ചു. ഓക്കെ, മരിച്ച സമയത്ത് അവിടെ ഒരു പുതിയൊരു GMന്റെ ആവശ്യമുണ്ട്. അപ്പൊ GMന്റെ ഒരു സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നതും GM ആണ്, ഏറ്റവും അവസാനം പോകുന്നതും GM ആണ്. അപ്പൊ കഴിഞ്ഞ 10 മാസം GMന്റെ കൂടെയാണ് ഈ വ്യക്തി എന്ത് ചെയ്യാറ്? തിരിച്ചു പോവാറ്. അപ്പൊ ആ മാനേജ്മെന്റിന്റെ മുതലാളി ഒരു തീരുമാനം എടുത്തു. വർഷങ്ങളായിട്ട് ഇതിൽ ഹൈലി വർഷങ്ങളായിട്ട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു 2 മാസമോ 3 മാസമോ വരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ അവര് നമ്മുടെ സ്ഥാപനത്തിനെ പറ്റി കുറ്റം പറയുകയും നമ്മുടെ കോളറിന് വരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ വ്യക്തി 10 മാസം 1 രൂപ വരുമാനമില്ലെങ്കിലും മാനേജ്മെന്റിനോട് ചൂടാവുകയോ ഇതിലുള്ള സ്റ്റാഫുകളോട്, കൂടെയുള്ളവരോട് വേറൊരു തരത്തിൽ കുറ്റം പറഞ്ഞു പിടിപ്പിക്കുകയോ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ പറഞ്ഞു ഒഴിവാക്കിയിട്ട് ആ ജോലി അവന്റെ സ്വന്തമാക്കാനോ ഇയാൾ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് പുതിയ GM ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തു? ഇയാൾ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഓക്കെ, 1 ലക്ഷം രൂപ ശമ്പളമുള്ള വ്യക്തിയായിട്ട് ഇവൻ മാറി. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ബിസിനസ്സിനും ചിലപ്പോ 6 മാസം 7 മാസം 8 മാസം കാത്തു നിന്ന് 1 രൂപ ചിലപ്പം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ വ്യക്തി കാണിച്ചതുപോലെയുള്ള ഒരു മനോഭാവം, ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 മാസത്തിന് ശേഷം കൂടെയുള്ളവരോട് നെഗറ്റീവ് പറയാതെ, കമ്പനിയെ പറ്റി കുറ്റം പറയാതെ, ലീഡേഴ്സിനെ പറ്റി കുറ്റം പറയാതെ, പ്രൊഡക്റ്റുകൾ ലേറ്റ് ആകുമ്പോൾ കുറ്റം പറയാതെ, പേ ഔട്ടിൽ കുറ്റം പറയാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് കിട്ടിയതുപോലെ വലിയൊരു റിസൾട്ട് ആർക്ക് കിട്ടും? നിങ്ങൾക്കും കിട്ടും. ഇതിനെയാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും താൻ ചെയ്യാനുള്ള ജോലി കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ
ആ ഒരു ലെവലിലേക്ക് ബി എ പ്രൊഫഷണൽ 8 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ പെടുത്തണം. ഇത് ഞാൻ ചെയ്യുന്നുണ്ട് ഓരോ മാസവും. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും 8ാമത്തെ പോയിന്റ് പറഞ്ഞപ്പോൾ അപ്ലൈനുമായിട്ട് കൗൺസിലിംഗ്, അതിൽ എന്നെ വിളിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ 8 പോയിന്റ് ചെയ്യുന്നവർ എന്നെ വിളിച്ചാൽ മതി, അല്ലാതെ എന്നെ വിളിക്കണ്ട. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ആരും വിളിക്കൂല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ 8 കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് എന്ത് ചെയ്യുക, മാറുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ എന്താവരുത്, നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകരുത്, നമ്മുടെ നാവ് കൊഴിഞ്ഞു പോകരുത്, നമ്മുടെ എന്ത് ചെയ്യരുത്, മീറ്റിംഗ് ഹാളിലുള്ള പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു പോകരുത്. ഓക്കെ, റെഡി? ഓക്കെ. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. പണിയെടുത്തതിന്റെ ഡബിൾ നമുക്ക് ഡാമലൈസിന് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 10 മാസം 1 രൂപ വരുമാനം ഇല്ലാതെയും ആ വ്യക്തി പ്രവർത്തിച്ചപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു മരണം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് എന്ന് പറയുന്നത്, നിമിത്തം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ശക്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഡാമലൈസിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. കാരണം ഇന്ന് കേരളത്തിൽ 2 പേര് ജോയിൻ ചെയ്താൽ 1450 രൂപ വരുമാനം കൊടുക്കുന്ന ഒരൊറ്റ കമ്പനി അത് ഡയമണ്ട് ലൈഫ്സ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ കാണുക. അപ്പോൾ ഞാനിവിടെ 9 പോയിന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ പോയിന്റ് ഓരോരുത്തർ പറയാവോ? ഓരോ പോയിന്റ് ഓരോരുത്തർ പറയാവോ? ഡെയിലി 1 to 1 എടുക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. എന്തിന്റെ അടിസ്ഥാനത്തിലാ, ഏത് മെത്തേഡാ? ഫ്രണ്ട്സ് ടെക്നിക്സ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എല്ലാ പ്രൊഡക്ട്സും നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞവർ മാറി മാറി പറഞ്ഞാൽ മതി. അറ്റൻഡ് GTS വിത്ത് ഗസ്റ്റ്. ഓക്കെ, അടുത്ത പോയിന്റ് മീറ്റിംഗിന് ശേഷം ആക്ഷൻ പ്ലാൻ, കോർ മീറ്റിംഗ്. ഓക്കെ, കോർ മീറ്റ്. അടുത്തത് ഡയറി പോസിറ്റീവ് വേർഡ്സുകൾ നമ്മളെ ഗ്രൂപ്പുകളിൽ എഴുതിയിടാം. ഓക്കെ, വെരി ഗുഡ്. അടുത്ത പോയിന്റ് ഓരോ വീക്കിലും ഓരോരുത്തരുടെയും റാങ്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് വെരി ഗുഡ്. ഏത് റാങ്ക് ചേഞ്ച് ചെയ്യണ്ടേ? സിൽവർ സ്റ്റാർ. മെയിൻ. ഓക്കെ, കൗൺസിലിംഗ് വിത്ത് അപ്ലൈൻ 2 ആഴ്ച കൂടുമ്പോൾ. ഓക്കെ, വെരി ഗുഡ്. 2 ആഴ്ച കൂടുമ്പോൾ മാസത്തിൽ 1 തവണ. ഓക്കെ, അടുത്ത പോയിന്റ് ഇല്ല, മുകളിൽ പറഞ്ഞ 8 പോയിന്റ്സ് ചെയ്യുന്ന വ്യക്തിയാണോ എന്ന് സ്വയം പരിശോധിക്കുക. ഓക്കെ, വെരി ഗുഡ്. ബി എ പ്രൊഫഷണൽ നെറ്റ്വർക്കർ. ഓക്കെ, റെഡി. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇവിടെ എന്ത് ചെയ്തു, അവസാനിച്ചു. അൻസാർ മോനെ പറയടാ, കഥ പറയാം. ഓക്കെ, അൻസാർ പ്ലീസ്. നമ്മളെ നാട്ടില് ഒട്ടും ഇല്ലാത്ത ഒരു സാധനം, അതൊരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടി. അതൊരു വൃക്ഷമായിരുന്നു. ഓക്കെ, മഹാഗണി എന്നാ അതിന്റെ പേര്. ഓക്കെ, അത് സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കിട്ടി. ചെറിയൊരു 2-3 ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൻ അത് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ മണ്ണിലേക്ക് വെക്കാൻ തയ്യാറായി. ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ അത് നന്നായി പിന്നെ വേരെല്ലാം വന്ന് നല്ല പുതിയ ഇലകളെല്ലാം ഉണ്ടായി തുടങ്ങി. പിന്നെ അവൻ ആ ഭാഗം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇപ്പൊ ഒരു 30-35 വർഷം കഴിഞ്ഞു. അവന് പിന്നെ അവന്റെ കുട്ടീനെ കെട്ടിക്കേണ്ട സമയത്ത് അതിലേക്കൊരു
ചെറിയൊരു സഹായത്തിന് വേണ്ടി ആ പിന്നെ സ്ഥലത്തിന്റെ ഓണർ പറഞ്ഞു, നീ അത് എടുത്തോ, നിന്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. അത് വിൽക്കുന്ന സമയത്ത് 1,05,000 രൂപ ആ ഒരു മഹാഗണിക്ക് കിട്ടി. അവൻ ആകെ ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസം, ഏറിപ്പോയ ഒരു മാസം എങ്ങാനും വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു 35 വർഷത്തിന്റെ ഒരു മാസത്തിന്റെ പണി കൊടുത്തിട്ടുള്ളൂ. ഒരു 30 വർഷം അത് അവിടെ നിന്നു. അത് അവൻ വിറ്റു. പിന്നെ 9 അടി വണ്ണമുള്ള വലിയൊരു മഹാഗണിയായി അത് മാറി. ഓരോ വർഷവും ഈ മഹാഗണിയിൽ നിന്നും എത്ര വിത്തുകളാണ് അതിൽ നിന്ന് പാറിപ്പോകുന്നത് എന്നറിയോ? അത് ഒരു 200ഓളം കായ്കള് ആ പിന്നെ മഹാഗണിയിൽ നിന്ന് ഓരോ വർഷം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കായിന്റെ ഉള്ളില് തന്നെ ഒരു 150ഓളം വിത്തുകൾ ഉണ്ടാവും. അപ്പൊ 200 കായിൽ എത്ര വിത്തുകൾ ഉണ്ടാവും? അത് ഇപ്പോ ചുരുക്കി പറഞ്ഞാല് ആ നാട്ടില് മൊത്തം മഹാഗണിയാണ്. അപ്പൊ പിന്നെ ഇവനെ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ആ ഭാഗം തിരിഞ്ഞു നോക്കാതിരുന്നെങ്കിൽ അത് ഉണങ്ങി പോവായിരുന്നു. പക്ഷെ ഒരു മാസം ഇവൻ വെള്ളം ഒഴിച്ചു, നല്ല രീതിയിൽ നോക്കി എന്നതിന്റെ പേരിൽ ആ നാട്ടിൽ മൊത്തം മഹാഗണി ഉണ്ടാവുകയും ചെയ്തു. എല്ലാരും ഇതുപോലെ ലക്ഷങ്ങള് 9 അടി 10 അടിയൊക്കെ വണ്ണുള്ള മഹാഗണികള് പിന്നെ ഒരു പണിയെടുക്കാതെ തന്നെ പിന്നെ അവർക്ക് കിട്ടുന്ന അവസ്ഥ ഉണ്ടായും ചെയ്ത് ആ മഹാഗണികളിൽ നിന്നും വിത്തുകൾ പാറിപ്പോയി ലോകം മൊത്തം മഹാഗണികളെ കൊണ്ട് നിറയാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാ പോലെ ഈ ഡയമണ്ട് ലൈഫ് എന്നാ പറയുന്ന ഈ സംഭവം നമ്മള് ഒരു കുറഞ്ഞ സമയവും പിന്നെ ചെറിയ ജോലികൾക്കും വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ ഒരു ഇത്തിരി കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അത് ഏറ്റവും മുൻപന്തിയിൽ നമ്മൾക്ക് ആയിരിക്കും ഏറ്റവും വലിയ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വെരി ഗുഡ്. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നീ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലാൻ പ്രസന്റേഷനിലേക്കും കാര്യങ്ങളിലേക്കും പോകുമ്പോൾ ഈ സ്റ്റോറിയെ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഇതിലിപ്പോ ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് ആ സാധനം കത്തിയിട്ടുണ്ടാവും. പക്ഷെ പുതിയൊരു മെമ്പറിന് അത് കത്തണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ലെവലിൽ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരു മഹാഗണിയില് അത് പരാഗണം ചെയ്യുമ്പോൾ അതിന്റെ പരാഗണത്തിന്റെ പവർ ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത്രത്തോളം ഒരു കായിൽ നിന്ന് ഇത്രത്തോളം വിത്തുകൾ സാധ്യത ഉണ്ട്. അപ്പം പരാഗണത്തിന്റെ പവർ പറഞ്ഞു കൊടുക്കുക. സോ വെരി ഗുഡ് സ്റ്റോറിയാണ്. അപ്പൊ ഈ സ്റ്റോറികളൊക്കെ ബാക്കിയുള്ളവര് നിങ്ങളുടെ മീറ്റിംഗിൽ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. അടുത്ത സ്റ്റോറി. അടുത്ത ആരാ? വിജയ് സാർ. വിജയ് സാർ, കമോൺ. അയ്യോ, അലി സാർ പറഞ്ഞ ആ ഒരു മീനിങ് വരുന്ന തന്നെയാണ് സ്റ്റോറി. ഒരു ആനയും ഒരു പട്ടിയും ഫ്രണ്ട്സ് ആയിരുന്നു. ഏകദേശം ഒരേ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും ഗർഭിണികളായി. സ്വാഭാവികമായിട്ടും അവരുടെ ഇടപഴകുമ്പോൾ ഈ കാര്യങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യും, രണ്ടുപേരും ഇത് അറിയുകയും ചെയ്യും. അങ്ങനെ ഏകദേശം 2 മാസങ്ങൾ കഴിഞ്ഞു. പട്ടി പ്രസവിച്ചു. 5-8 കുട്ടികളുണ്ടായിരുന്നു. പട്ടി ആ കുട്ടികൾ കുറച്ച് വലുതായതിനു ശേഷം ആനയുടെ അടുത്ത് വന്ന് ഈ കഥകളൊക്കെ പറഞ്ഞു സന്തോഷം പങ്കുവെച്ചു. ആനയോട് സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്താ ഇതിന്റെ ഗർഭം, കുട്ടീനെയൊന്നും കാണാനില്ലല്ലോ. അപ്പൊ ആന അതൊരു നിസ്സാരമായി കണ്ടു, ഒന്നും പറഞ്ഞില്ല. മാസങ്ങൾ കടന്നുപോയി. പട്ടി വീണ്ടും ഗർഭിണിയായി. വീണ്ടും 5-8 കുട്ടികൾ പ്രസവിച്ചു. അതും വളർന്നു വന്നു. വീണ്ടും ആനയെ കണ്ടപ്പോ പട്ടിക്ക് സംശയമായി, ശരിക്കും ഗർഭം ഉണ്ടോ ഈ ആനയ്ക്ക്? അങ്ങനെ പട്ടി അത് ചോദിക്കുകയും ചെയ്തു. നീയും പറഞ്ഞല്ലോ ഗർഭിണിയാന്ന്, ഇതുവരെ നിന്റെ കുട്ടിയൊന്നും കാണാനില്ലല്ലോ. അപ്പോഴും ആന അത് കാര്യമായി എടുത്തില്ല. പട്ടി അതിനുശേഷം വീണ്ടും 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഗർഭിണിയായി, വീണ്ടും കുട്ടികളുണ്ടായി.
അങ്ങനെ ഈ ഒരു പീരീഡ്സിൽ പട്ടിക്ക് ഏകദേശം 10-22 കുട്ടികളുണ്ടായി. ആന അപ്പോഴും പ്രസവിച്ചില്ല. പട്ടി ശരിക്കും ആനയുടെ അടുത്ത് പോയി, നിനക്ക് ഗർഭം ഉണ്ടോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്? ആ സമയത്ത് ആനക്ക് അത് ദേഷ്യം വന്നു. ആന പറഞ്ഞു, ഞാൻ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഗർഭത്തിലുള്ളത് ആനക്കുട്ടിയാണ്, അല്ലാതെ നീ പ്രസവിക്കുന്ന പോലെ പട്ടിക്കുട്ടികളല്ല. ഞാൻ പ്രസവിക്കുമ്പോൾ ഭൂമി അറിയും. അതേപോലെ എൻ്റെ കുട്ടി റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആളുകൾ വാഹനം നിർത്തി അതിനെ നോക്കി നിൽക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആന പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മോറൽ ഇതാണ്, നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ആളുകളാവുന്നുണ്ട്, ടീമാവുന്നുണ്ട്, ബിസിനസ് ആവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്കാവുന്നില്ല? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടിയും വരും, നമ്മുടെ റിസൾട്ട് വരും. അത് കേവലം ഈ പട്ടിക്കുട്ടികളെ പോലെയല്ല, നമ്മളെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലുതായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഓക്കെ, സോ അടുത്തത് അടുത്ത ആളാരാ? കുറെ കഥയുണ്ടെന്ന് പറഞ്ഞല്ലോ, വരട്ടെ. പീറ്റർ സർ. പീറ്റർ സാർ വരി. ഇതാർക്കും ചാൻസ് ഉണ്ട്. പണ്ട് ഒരു ഗ്രാമത്തിൽ കാലൻ പ്രത്യക്ഷപ്പെട്ടു. കാലൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മരണദൂതനാണ്. അപ്പോൾ പ്രായമുള്ള ഒരു കാരണവർ ഈ കാലനെ തിരിച്ചറിഞ്ഞു. പുള്ളിക്കാരൻ കാലനോട് ചോദിച്ചു, എന്താ നിങ്ങൾ നമ്മുടെ പട്ടണത്തിൽ വരാൻ കാരണം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളിങ്ങനെ ആളിനെ കൊല്ലുന്ന ആളാണല്ലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഉടനെ കാലൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പട്ടണത്തിൽ 100 പേരെ ആവശ്യം. ഞാൻ ഇവിടെ ഒരു വ്യാധി അല്ലെങ്കിൽ ഒരു മഹാ രോഗം പരത്തും, അതിലൂടെ 100 പേര് കൊല്ലപ്പെടും. അങ്ങനെ 100 പേര് എനിക്ക് ആവശ്യമുണ്ട്, അതിനാണ് ഞാൻ വന്നത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്ന് അവിടെ ഒരു മഹാമാരി വ്യാധി പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ 100 പേരെന്ന് പറഞ്ഞ സ്ഥാനത്ത് 1000-ലധികം ആളുകൾ മരിച്ചു. അപ്പൊ ഈ കാരണവർക്കൊരു സംശയം, മറ്റാരും അറിയുന്നില്ലല്ലോ. കാലിന് എന്ത് പണിയാ പറഞ്ഞത്? അദ്ദേഹം 100 പേരെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് 1000-ലധികം പേരെ കൊണ്ടുപോയിരിക്കുക. ഇതെന്ത് പരിപാടിയാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ഈ കാലനെ പുള്ളി മുഖാമുഖം കണ്ടു. ഉടനെ ചോദിച്ചു, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? 100 പേരെയാണ് നമ്മുടെ പട്ടണത്തിൽ നിങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് 1000-ലധികം പേരെയാണല്ലോ ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. അതെന്താണ്? നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല, അത് ശരിയാണോ ചോദിച്ചു. ഉടനെ കാലം പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. 100 പേരെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഞാൻ 100 പേരെ കൊണ്ടുപോയുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ഈ വിവരം പറഞ്ഞ് ആദ്യം കയറി മരിച്ചു പോയതരാ, അതെന്റെ കുറ്റമല്ല. അപ്പം വ്യാധിയേക്കാൾ ഉപരി ആദിയാണ് നമ്മുടെ സ്വപ്നങ്ങളെ കൊല്ലുന്നത്, നമ്മുടെ വിജയത്തെ ഹനിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ എളുപ്പമുണ്ട് എന്നാണ് എന്റെ ആശയം. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. 30 സെക്കൻഡ് മൂപ്പര് സാധനം പറഞ്ഞെടുത്തു. നിങ്ങളൊക്കെ എന്നെക്കാൾ കൈകൊള്ളവന്മാരാണ്, എന്നിട്ട് ഈ സാധനം ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ നട്ടെടുക്കുകയാണ്. ഓക്കെ, നമ്മളൊക്കെ ജോയിൻ ചെയ്തിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് നാവൊന്ന് പുറത്ത് മനസ്സിലായോ? ഓക്കെ, അടുത്ത ആള്. ഞാൻ സാങ്കല്പിക കഥകളല്ല പറയുന്നത്, റിയാലിറ്റിയിൽ നടന്ന ഇപ്പൊ 3 സാങ്കല്പിക കഥകൾ കേട്ടതുകൊണ്ട് റിയാലിറ്റി ആയിട്ടുള്ള ഒരു നടന്നൊരു സ്റ്റോറി പറയാണ്. നമ്മുടെ പതി സാറ് പറഞ്ഞു നിർത്തിയത് പ്രൊഫഷണൽ നെറ്റ്വർക്കർ ആവാന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ +2 വിദ്യാഭ്യാസം കഴിഞ്ഞു, +2 തോറ്റു,
18 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഒരു മൊബൈൽ തുണി ഷോപ്പിൽ ഒരു മുറിയുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ ജോയിൻ ചെയ്തു. അവനൊരു പ്രണയം ഉണ്ടായിരുന്നു. അവനും അവളും ഒരു പരസ്പരം ഒരുമിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. പക്ഷെ ഇവന്റെ ജോലി അവളുടെ പിതാവിന് അല്ലെങ്കിൽ വാപ്പാക്ക് ഇഷ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ മറ്റൊരു ജോലി ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കേരളത്തിലെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് അവൻ ഇറങ്ങി. അവന്റെ ധാരാളം അപമാനങ്ങൾ ഈ +2 ശേഷം ടെക്സ്റ്റൈൽസ് പോയി ആ സമയത്ത് 20 വയസ്സുള്ള സമയത്ത് വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചപ്പോൾ അപമാനങ്ങളും ആ രൂപത്തിലുള്ള വളരെ ഇകഴ്ത്തിയ സംസാരങ്ങളും ഒക്കെ അവന് മനസ്സിൽ മുറിവേറ്റിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ഒരുമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹം ഈ 20 വയസ്സുള്ള അല്ലെങ്കിൽ 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഒരു ബിസിനസ്സിലേക്ക് MLM-ലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ടെക്സ്റ്റൈൽസിൽ നിന്ന് 500 രൂപക്കാണ് വരുമാനം കിട്ടിയിരുന്നത് എങ്കിൽ ഇദ്ദേഹത്തിന്റെ അപ്ലൈൻ, ഇവിടെയാണ് അപ്ലൈൻ്റെ ഒരു പ്രസക്തി. അപ്ലൈൻ എന്ത് ചെയ്തു? ഉള്ള ജോലി അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അവനെ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറക്കി. എല്ലാ ദിവസവും അതിരാവിലെ തന്നെ അപ്ലൈൻ ഇവന്റെ വീട്ടിലെത്തും, ഇവനെ ബൈക്കിൽ കയറ്റും, ഇവന്റെ കൂടെ വർക്കിന് പോകുന്ന ഒരു രീതി ആരംഭിച്ചു. അങ്ങനെ 4 വർഷങ്ങൾക്കിപ്പുറം ആദ്യത്തെ 6 മാസം 500 രൂപ ടെക്സ്റ്റൈൽസ് കിട്ടുന്ന ആ വരുമാനവും സ്റ്റോപ്പായി. പിന്നീട് 6 മാസം കഴിഞ്ഞു കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ആ വരുമാനം, ഇവന്റെ വരുമാനം അരിസാർ പറഞ്ഞതുപോലെ ഇൻക്രീസ് ആവാൻ തുടങ്ങി. ഇപ്പോൾ ആ MLM നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്ന് 8 ലക്ഷം വരുമാനം വാങ്ങി. അവൻ അവളെ കല്യാണം കഴിച്ചു. അവനൊരു പിതാവായി. മാത്രമല്ല ഒരു 2 തട്ട് വലിയൊരു വീട്, ലക്ഷറി വീട് അവന് ഡിസൈൻ ചെയ്തു, ഉണ്ടാക്കിയെടുത്തു. ആ വീട് കാണാൻ ഞാനും പോയിരുന്നു. ഇപ്പോൾ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം 14 കോടിയുടെ ഒരു വീട് ഈ പറയുന്ന പയ്യോളി എന്ന പ്രദേശത്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പരിശ്രമത്തിലാണ്. ഇപ്പോൾ മാസം ആ 500 രൂപ ടെക്സ്റ്റൈൽസ് നിന്ന് കിട്ടുന്നത് താൽക്കാലികമായി ഒഴിവാക്കാൻ സന്നദ്ധനായതുകൊണ്ട് ഇപ്പോൾ മാസം 8 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു വലിയ ട്രെയിനറും ലീഡറും ആയിട്ട് ആ +2 തോറ്റ, വിദ്യാഭ്യാസമില്ലാത്ത ആ ചെറുപ്പക്കാരൻ ഈ രൂപത്തിലേക്ക് ആയി മാറിക്കഴിഞ്ഞ ഒരു റിയാലിറ്റിയാണ് എന്റെ സ്റ്റോറി. ഓക്കെ, വെരി ഗുഡ്. സി, എന്തുകൊണ്ട് ആ യുവാവ് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, ദ പെയിൻ. ഓക്കെ, ചില ആളുകളിൽ പെയിൻ ഇട്ട് കൊടുത്താൽ അവർ ഗെയിനിലേക്ക് എത്തും. ഓക്കെ, എന്നാൽ ചിലരിൽ പെയിൻ ഇട്ട് കൊടുത്താൽ അവർ എന്നേക്കുമായിട്ട് ഇല്ലാതാവും. ഓക്കെ, അപ്പൊ ആ പെയിന്റെ കൂടെ തനിക്ക് ജീവനായി കണ്ടിട്ടുള്ള ആ പ്രണയം, ഓക്കെ, അങ്ങനെ 2 സക്സസ് അവിടെ ഉള്ളത് കൊണ്ടാണ് അത് റിസൾട്ടാക്കി മാറി. ഇങ്ങനെയുള്ളവര് എത്ര വരുമാനം കുറഞ്ഞ കമ്പനി ആണെങ്കിലും ആ കമ്പനിയിലും വിജയിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളൊരു പെയിന് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട, കിട്ടിയ അവസരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? വിനിയോഗിക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ പെയിനുള്ള ആളുകൾ നിങ്ങളുടെ ലിസ്റ്റിലുള്ള ആളുകളെയും കൊണ്ടങ്ങ് പോകും. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഇതൊക്കെ എന്താണ്? കണ്ടു പരിചയമുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റോറി. ഉസ്മാൻ സാർ. എന്റെ മൈൻഡിൽ സ്റ്റോറി ഉണ്ട് സാർ, പക്ഷെ അത് ഷേപ്പ് ആയിട്ടില്ല. ഇൻഷാല്ലാ നാളെ ഷേപ്പ് ആക്കിയിട്ട് പറയാം. ഓക്കെ, ഓക്കെ, വേറെ അടുത്ത ആള്. ഇക്ബാൽ സാറിന്റെ ഒരു സാർ സ്റ്റോറി ഉണ്ടോ? സാറിന്റെ റെഡി ആയിട്ടില്ല സാർ. സ്റ്റോറി ഷേപ്പ് ആയിട്ടില്ല. നമ്മുടെ ലേഡീസ് ആരും ഒരു സ്റ്റോറിയും പറഞ്ഞില്ല. ആരെങ്കിലും ഒരു ലേഡീസ് പറയട്ടെ. ഓക്കെ, എനിബഡി? അരണ്യ മാഡം പറയട്ടെ. അരണ്യ മാഡം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സാറേ, ആ പറഞ്ഞോ, റീന മാഡം പറയൂ. ഞാൻ വീഡിയോ ഓൺ ആക്കത്തില്ല, പറയാം. പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ഒരു കുളത്തില് കുറച്ച് തവള കുഞ്ഞുങ്ങൾ താമസിച്ചിരുന്നു. തവള കുഞ്ഞുങ്ങൾ താമസിച്ചപ്പം അവിടുത്തെ അപ്പൂപ്പൻ പറഞ്ഞു, നമുക്ക് ദൂരെ ഒരു മല കാണുന്നുണ്ട്, ആ
ആ മലയിലേക്ക് നമുക്ക് കയറി പോകാം. ആരത് ഫസ്റ്റിൽ കയറുന്നോ അവർക്ക് നമുക്ക് ഒരു സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാ കുഞ്ഞുങ്ങളും പയ്യെ പയ്യെ അങ്ങോട്ട് നീന്തി കയറാൻ തുടങ്ങി. ഓരോരുത്തർ അങ്ങ് നീന്തി ആ മലയുടെ ഒരു കുത്തനെയുള്ള കയറ്റമാണ്, കുത്തിനെ തെന്നി കിടക്കുന്ന ഒരു കയറ്റമാണ്. അപ്പം കുറച്ച് തവള കുഞ്ഞുങ്ങൾ പോകുന്നത് കണ്ടുകൊണ്ട് ഒരു തവളക്കുഞ്ഞ് അവിടെ നിന്നിരുന്നു. ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാനായിട്ട് ഈ തവളക്കുഞ്ഞ് ഇവരുടെ ഒപ്പം പുറകെ പോയി. കുറച്ചങ്ങ് ചെന്നപ്പം കുറെ അങ്ങോട്ട് കയറിയപ്പോ ഇവര് പോകുന്ന കണ്ട് ഈ തവളക്കുഞ്ഞും പുറകെ പോവുകയാണ്. കുറെ പേരങ്ങോട്ട് പോയി കഴിഞ്ഞ് തെന്നി അതിന്റെ കുത്തിനെ അങ്ങോട്ട് കയറാൻ പറ്റാതെ വന്നപ്പം കുറെ കുഞ്ഞുങ്ങള് താഴോട്ട് ഇറങ്ങി പോന്നു. പക്ഷെ ഈ തവളക്കുഞ്ഞ് കയറി പോവുകയാണ്. അപ്പൊ ഈ മറ്റു കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്, എടാ നീ അങ്ങോട്ട് കയറി പോകരുത്, അങ്ങോട്ട് അധികം കയറാൻ പറ്റത്തില്ല, നീ തെന്നി താഴെ പോകും, നീ ചത്തുപോകും എന്നൊക്കെ ഈ തവളക്കുഞ്ഞിനോട് പറയുന്നുണ്ട്. പക്ഷെ ഈ തവളക്കുഞ്ഞ് വീണ്ടും കയറി പോവുകയാണ്. അങ്ങനെ കയറി മറ്റു തവളകളെല്ലാം താഴോട്ട് ഊർന്നു പോകുന്നു. പക്ഷെ ഈ തവളക്കുഞ്ഞ് പിടിച്ച് ഒരു സൈഡിൽ കൂടെ കയറി അത് അതിന്റെ മുകളിൽ ചെന്നിട്ട് അത് തിരിച്ചു വന്നപ്പോ ഒരുപാട് തവളകളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ അപ്പൂപ്പൻ ചോദിച്ചു, നീ എങ്ങനെയാടാ ഇതിന്റെ മുകളിൽ കയറിയതെന്ന്. അപ്പോഴും ഈ തവളക്കുഞ്ഞ് ഒന്നും പറഞ്ഞില്ല. തിരിച്ചു വന്ന് അച്ഛൻ തവള ഈ കുഞ്ഞിന് സമ്മാനം കൊടുക്കുകയാണ്. സമ്മാനം കൊടുത്തപ്പോഴത്തേക്കിനും സമ്മാനം കൊടുത്തപ്പം എല്ലാവരും ചോദിച്ചു, നീ എങ്ങനെയാടാ ഇതിന്റെ മുകളിൽ കയറിയതെന്ന്. അപ്പോ ആ അമ്മ തവള പറയുകയാണ്, നിങ്ങൾക്കെല്ലാം ചെവി കേൾക്കാമായിരുന്നു, ഇവന് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടത് മാത്രം കേൾക്കുക. നമ്മൾ മറ്റു പലവര് പറയുന്നത് കേട്ടുകൊണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ മറ്റുള്ളവർ പറയുന്നതിനെ അവഗണിച്ചുകൊണ്ട് എടുക്കേണ്ടത് മാത്രം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം. ഓക്കെ, അടുത്ത ആള്. ഞാൻ പറയാം സർ. ഉസ്മാൻ. ഓക്കെ, പറഞ്ഞോ സാർ. സർ, എന്റെ ലാംഗ്വേജ് ബുദ്ധിമുട്ടാണ്. നിങ്ങളുണ്ടല്ലോ ഉസ്മാൻ സാർ, പ്ലീസ്. നിങ്ങൾ ഈ കർണാടകക്കാര് എന്റെ മലയാളം ലാംഗ്വേജ് മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്നും ചിന്തിക്കണ്ട. നിങ്ങൾ പറഞ്ഞോ. കാരണം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം നിങ്ങൾ കർണാടകക്കാരാണ്, നിങ്ങളുടെ ലാംഗ്വേജ് ഇങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ അതിനെ മോൾഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ചില ആൾക്കാർ കർണാടകയിലുള്ളവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പച്ച മലയാളം പറയാൻ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഹോം ഷോപ്പ് എടുപ്പിക്കാന്നാണ് പലരും പറയാറ്. അപ്പൊ നമ്മളെന്താണ്, നിങ്ങളെ കൊണ്ടൊക്കെ ഹോം ഷോപ്പ് എടുപ്പിച്ചില്ല. അപ്പം ഇത് മനസ്സിലാക്കാൻ ഒരു പണിയുമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തോ, ഫ്രീ മൈൻഡ് സെറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞോ, ഇവിടെ എന്ത് ചെയ്തോളും, സാധനം കിട്ടിക്കോളും. ഓക്കെ, പലരും കേട്ടിട്ടുള്ള സ്റ്റോറി ആയിട്ടുണ്ടാവും സർ, ഇത് അറിയുന്ന സ്റ്റോറി ആയിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു കാര്യം എന്താ പറഞ്ഞാല്, ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ആ പയ്യനെ പഠിക്കുന്ന സമയത്ത് ആ പയ്യന്റെ ബാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്ത് കാര്യം ചെയ്താലും ചീത്ത വിളിക്കും, എന്ത് കാര്യം പറഞ്ഞാലും അതിൽ എന്താക്കും, നെഗറ്റീവ്സിനെ കണ്ടെത്തുന്ന ഒരു ഫാദർ ആയിരുന്നു. അപ്പോ ഏത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്വിച്ച് ലൈറ്റ് ഓഫ് ആക്കിയില്ലെങ്കിലും, റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയില്ലെങ്കിലും വിളിച്ചു പറയും, ഗേറ്റ് ക്ലോസ് ആക്കിയില്ലെങ്കിൽ വിളിച്ചു പറയും. ഇങ്ങനെയുള്ള ഓരോ അയാൾ എന്ത് ചെയ്യും, മകൻ എന്ത് ചെയ്യും, അതിലുള്ള നെഗറ്റീവ്സിനെ കണ്ടെത്തിയിട്ട് ചീത്ത വിളിക്കുന്ന ഒരു ഫാദർ ഉണ്ടായിരുന്നു. അപ്പോ ഈ പയ്യൻ ഇങ്ങനെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ജോലിയിലോട്ട് പോകാൻ ശ്രമിച്ചു. എവിടെയും ജോലി ശരിയായില്ല. ഇങ്ങനെ കുറെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ പയ്യനോട് കിട്ടി. അപ്പൊ ആ ഇന്റർവ്യൂസിന് പോയ സന്ദർഭത്ത് അവിടെ ബാക്കി ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സ് ഇയാളെക്കാളും എബിലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഇയാൾ എന്തായി പറഞ്ഞാൽ അവിടെ ആ കമ്പനിയിൽ സെലക്ട് ആയിട്ട് വന്നു. എങ്ങനെ പറഞ്ഞാല് ഇയാൾ ഇന്റർവ്യൂ പോയ സമയത്ത് ഇയാൾ ലാസ്റ്റ് ആയിരുന്നു ഇയാൾ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ ഇയാള് ആ കമ്പനിയിൽ ഇങ്ങനെ എൻ്റർ ആവുന്ന സമയത്ത് ഗേറ്റ് ക്ലോസ് ഉണ്ടായിരുന്നു. അതിനെ ഓപ്പൺ ആക്കി അയാള് ഗേറ്റ് ഇട്ടു. ഇങ്ങനെ അതേപോലെ റൂമിൽ വെറുതെ തിരിയുന്നുണ്ടായിരുന്ന ഫാൻ അതിനെ ഓഫ് ചെയ്തു ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങളെ കാണിച്ചതുകൊണ്ട് ഇത് മാനേജർ എന്തായി, CCTVയിൽ ഇയാളെ ഈ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം
കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടായാലും പിറ്റേ ദിവസമാണ് ഇയാൾക്ക് ഇന്റർവ്യൂവിൽ സെലക്ട് ആയ കാര്യങ്ങളെ മാനേജർ വിളിച്ച് പറയാം. അപ്പോ ഇയാൾക്ക് എന്തുണ്ടായിരുന്നില്ല, ഞാൻ ഇന്റർവ്യൂവിൽ ജയിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. കാരണം പലവട്ടം ഇങ്ങനെ പോയിട്ട് ഇന്റർവ്യൂവിൽ ഫെയിലിയർ ആയിട്ട് വന്ന ഒരാളായിരുന്നു. അന്ന സമയത്ത് ഇയാൾ ചോദിച്ചു എന്തുകൊണ്ട് എന്നെ നിങ്ങൾ സെലക്ട് ആക്കിയെന്ന് ചോദിച്ചപ്പോൾ മാനേജർ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളെ CCTVയിൽ ഒബ്സർവ് ആക്കിയിട്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈ ഫർമിനെ കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഫർമിനെ കെയർ എടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളാണ് നമ്മളെ ഈ ഫർമിലോട്ട് അല്ലെങ്കിൽ ഈ കമ്പനിയിലോട്ട് ഏറ്റവും സൂറ്റബിൾ പേഴ്സൺ എന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണ് ഇന്റർവ്യൂ ചെയ്ത ആൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ശീലം, പോസിറ്റീവ് ആയിട്ടുള്ള ഓരോ ശീലങ്ങൾ ഞങ്ങൾ ആവൃത്തി ചെയ്യുമ്പോൾ അത് നമുക്ക് ലൈഫിൽ പോസിറ്റീവായിട്ട് എന്താ റിസൾട്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഇയാളെ ഫാദർ ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ പയ്യൻ എപ്പോഴും ഫാദറിനെ എന്താക്കുന്നുണ്ടായിരുന്നു, ഒരു നെഗറ്റീവില് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നാണ് ഫാദർ ചെയ്ത ഓരോരോ പഠിപ്പിച്ചിട്ട് തന്ന ഓരോരോ ഇത് പയ്യന് മനസ്സിലാവും. എൻ്റെ ഫാദർ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്തായി, അവർ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ശീലങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കത് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടി എന്നുള്ളത് ഫാദറിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ അതോടുകൂടി മാറി റെസ്പെക്റ്റ് ആണ് ഫീൽ ആയി. ഇതിൽ നമുക്ക് പറയാനുള്ളത്, നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ ആവർത്തിച്ച് പോസിറ്റീവായിട്ട് ചെയ്താൽ നമുക്കത് പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടും എന്നുള്ളതാണ് സാർ ഇതിന്റെ താല്പര്യം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് പലരും ഡാമർലൈസിനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഡാമർലൈസിൽ വളരുന്നതിന്റെ ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ടിനനുസരിച്ച് നിങ്ങളെ മാറ്റാൻ വേണ്ടി നോക്കുക. അല്ലാതെ നിങ്ങളുടെ പരിധിയിലേക്ക് ഡാമർലൈസിനെ മാറ്റാൻ നിന്നാൽ ഒരിക്കലും എന്ത് ചെയ്യൂല, വിജയം കൈവരിക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ആ ഒരു ഫാദറിന്റെ റോള് ആദ്യം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെങ്കിൽ, പക്ഷെ ആ ഫാദർ ഉണ്ടാക്കി കൊടുത്തൊരു ശീലം അയാളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരുത്തി എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഫാദർമാര് ഇതിൽ ആർക്കെങ്കിലും ഉണ്ടോ? എനിബഡി? ഓക്കെ, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പട്ടാള ചിട്ട ഫോളോ ചെയ്യുന്ന ഫാദർമാർ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ആർക്കുമില്ല. അപ്പോ 1 കോടി രൂപ ലാഭിക്കുന്ന ഒരു കാര്യം 1 കോടി തവണ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോടീശ്വരനാവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വെറുതെ കറങ്ങുന്ന ഫാന്, ബാത്റൂമിലെ ലൈറ്റ്, ഓക്കെ, വെറുതെ ഓണാക്കിയിട്ടിരിക്കുന്ന കുറെ സ്വിച്ചുകള്, ഓക്കെ, ഒരാവശ്യമില്ലാതെ വാങ്ങിച്ചു കൂട്ടുന്ന സാധനങ്ങൾ. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ കണ്ണ് കണ്ടതൊക്കെ വാങ്ങിച്ചു കൂട്ടും. വീട്ടിലെത്തിയിട്ടാണ് ചിന്തിക്കുക ഇത് എന്തിനായിരുന്നു വാങ്ങിച്ചത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെറുതെ കത്തുന്ന ഗ്യാസ്, ഇതിനൊക്കെ നിങ്ങൾ 1 രൂപ വെച്ചിട്ട് വാല്യൂ കൽപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു 10 കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 10 രൂപ ലോസായി. ഓക്കെ, ആണുങ്ങൾ ഷോക്സ് മേടിക്കുന്നതിന് കണക്കില്ല, പെണ്ണുങ്ങൾ മുടിക്കൊടുക്കും മറ്റുള്ള സാധനങ്ങൾ മേടിക്കുന്നതിന് കണക്കില്ല. ഓക്കെ, അപ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു പെന്ന് കൊടുത്താൽ ആ പെന്ന് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ഒരു നോട്ട്ബുക്ക് മേടിച്ചു കൊടുത്താൽ ആ നോട്ട്ബുക്ക് ഫുള്ളായിട്ട് എഴുതാൻ അവരെ പ്രേരിപ്പിക്കുക. ഓക്കെ, അവരുടെ ഒരു ബട്ടൺ പോയി കഴിഞ്ഞാൽ നൂലും സൂചിയും കൊടുത്തിട്ട് അവരെ കൊണ്ട് സ്വയം ആ ബട്ടൺ ഫിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഓക്കെ, ഉപയോഗിച്ചിട്ടുള്ള സൈക്കിള് ചെറിയ എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോഴത്തേക്ക് മൂലക്കിടുന്ന പരിപാടി നിർത്തിയിട്ട് ഒരു 10 രൂപ 20 രൂപ കൊടുത്തിട്ട് അതിനെ ലൈഫ് ലോങ് ഉപയോഗിപ്പിക്കാൻ എന്ത് ചെയ്യുക, അവനെ പ്രേരിപ്പിക്കുക. ഓക്കെ, ആക്രി കച്ചവടക്കാരൻ വന്നാലും കൊടുക്കാൻ ആക്രിയില്ലാത്ത രൂപത്തിൽ പഴയ സാധനത്തിനെ പുതുതായിട്ട് ഉപയോഗിക്കുന്ന ലെവലിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം 6 ലെവൽ വരച്ച് പഠിപ്പിക്കുന്ന ട്രെയിനിങ് ഉണ്ടാവും. ഓക്കെ, ബാക്കിയുള്ളവർ നാളെ സ്റ്റോറി പഠിച്ചു വരിക. ഈ പറയുന്ന സ്റ്റോറി നമ്മൾ 28 പേരുണ്ടായിരുന്നു. 28 പേര് 28 സ്റ്റോറി പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ സ്റ്റോറി പറയാൻ എന്തായി, കഥ കിട്ടി. ഓക്കെ,
അപ്പൊ സ്റ്റോറി ഒക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ടീം വേണം. അപ്പൊ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള ടീമിനെയും കൂടി എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. സാധാരണ ഇന്നലൊക്കെ ഒരു 7:15 കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉറക്കത്തിന്റെ മൂഡായിരുന്നു. ഇന്നതൊന്നും മാറി. ഓക്കെ, സോ എല്ലാവർക്കും ഒരായിരം വിജയാശംസകൾ നേരുന്നു. അലി സാറേ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇവിടെ സാറിനെ മാത്രം വിളിച്ച് ചോദിക്കാം, പക്ഷെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടേ ആവട്ടെ, അല്ല അറിയാവുന്നവരാണെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മൾ ഒരു ഐഡിയ അടിച്ചു. ഇപ്പോഴ് ഹിറ്റായിട്ട് 25 പോയിന്റ് 50 പോയിന്റ് ഒക്കെ ഇട്ടുകൊണ്ടാണല്ലോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് മാക്സിമം എല്ലാവരും. അപ്പൊ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും വാങ്ങാം. ഒരാളുടെ ഐഡിയ അടിക്കാൻ നമുക്ക് വേറെ ചെലവുകളൊന്നുമില്ല. അങ്ങനെ ആ വ്യക്തി വാങ്ങുന്നത് ഒരു സോപ്പ് പൊടിയാണ്. ആ സോപ്പ് പൊടി സിംഗിൾ പോയിന്റ് എന്റെ ഹബിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അയാൾ 25 പോയിന്റ് എപ്പോഴാണോ ആവുന്നത് ആ സമയത്ത് ആക്ടിവേറ്റ് ആവും അല്ലെ? ആ സമയത്ത് ആ ID ആക്ടിവേഷൻ ആയി കിട്ടും. ഇപ്പൊ 3 പോയിന്റ് എടുത്തു, പിന്നെ ഒരു 10 പോയിന്റ് എടുത്തു, അങ്ങനെ എന്നാണ് 25 ആകുന്നത്, അപ്പൊ അതെന്താവും, ഗ്രീൻ കളർ ആവും. ഓക്കെ, പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം ലോസ് എന്താണ്, റഫറൽ കമ്മീഷൻ അപ്പോഴും കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, റഫറൽ കമ്മീഷൻ ആദ്യം കാണിക്കുന്ന 3 പോയിന്റിന്റെ 6 രൂപ കിട്ടും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ 25 പോയിന്റ് ആയി ആക്ടിവേറ്റ് ആവുമ്പോഴല്ല അത് ട്രിഗർ ചെയ്യുന്നത്. അല്ല. അപ്പൊ ഏറ്റവും ബെറ്റർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് പറയാ 25 പോയിന്റ് ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്തുതരാം, പോയിന്റ് ഇട്ടുതരാന്ന് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നീ ഇങ്ങനെ പ്രൊഡക്റ്റ് എടുത്തോ, 25 പോയിന്റ് ആകുമ്പോൾ നിന്റെ ID ഞാൻ എന്ത് ചെയ്തുതരാം, ആക്ടിവേറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാനുവലി മാർക്ക് ചെയ്ത് വെക്കാം, അല്ലെ എഴുതി വെക്കാന്ന് പറയും അല്ലേ? ഇനി ഏറ്റവും അതിനേക്കാളും ബെറ്റർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്ക് 25 പോയിന്റ് തുടക്കത്തിൽ എടുക്കാൻ പറ്റും. അപ്പൊ ആ വ്യക്തിയോട് കഴിയുന്നതും എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നീ എന്ത് ചെയ്യും, 25 പോയിന്റിന് ID ആക്ടിവേഷൻ ചെയ്യും. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള അത്ര പോയിന്റ് നീ എന്ത് ചെയ്തോ വന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തോളാൻ വേണ്ടി പറയാ. ഓക്കെ, അപ്പൊ ID ആക്ടിവേഷൻ ഇനി 3 പോയിന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 2 പോയിന്റ് 2 വാഷിംഗ് പൗഡർ ഇതൊക്കെ എടുക്കുമ്പോൾ അതിൽ ID ആക്ടിവേഷൻ ആയി കിട്ടത്തില്ല. ID ആക്ടിവേഷൻ ആണെങ്കിൽ 25 പോയിന്റ് എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം എന്നിട്ട് അങ്ങനെ 25 പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, സോ ഇന്നത്തെ മീറ്റിംഗ് ലേറ്റ് ആയി. അപ്പൊ എല്ലാവർക്കും 1000 വിജയാശംസകൾ നേരുന്നു.